കർത്താവിൻ്റെ ധന്യമായ നാമം മഹത്വപ്പെടട്ടെ. ബഹുമാനായ കർത്താവിൻ്റെ ദാസന്മാർക്കും എൻ്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവസഭയ്ക്കും ഓൺലൈനിലൂടെ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ദൈവമക്കൾക്കും ഒരുപാട് സന്തോഷത്തോടുകൂടെ ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങൾക്ക് വന്ദനം അരുളുന്നു. ഇന്ന് വളരെ വ്യക്തമായ കുറച്ച് ആത്മീക ബോധ്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുകയും കഴിഞ്ഞ ആഴ്ച നാം ദൈവസന്നിധിയിൽ ഗ്രഹിച്ച ചില കാര്യങ്ങളുടെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് പുതിയൊരു സന്ദേശം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ കടക്കുമ്പോൾ ഇതിനാധാരമായി വായിക്കാൻ പോകുന്ന ദൈവവചനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 18 വരെ. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയ പ്രവാചകനെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. മതി. ഈ വചനം കൂടാതെ ഒന്ന് പത്രോസിൻ്റെ ലേഖനം, അതായത് പത്രോസിനെ നോക്കിക്കൊണ്ട് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്ക് കേട്ട കർത്താവിൻ്റെ താക്കോൽക്കാരനായ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള പരിശുദ്ധ വചനങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്, നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധവും ജീവദായകവുമായ ദൈവവചനത്തിൻ്റെ മുന്നിൽ ഹൃദയങ്ങളെ തുറന്നു വെച്ച് ഞങ്ങൾ കാത്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ഒഴുക്ക് ഞങ്ങളുടെ മേൽ തരണമേ. ഈ വചനബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ കണ്ണു തുറക്കുന്ന ജീവിതം പണിയപ്പെടുന്ന അങ്ങയുടെ മക്കൾക്ക് ഇതൊരു അസാധാരണ മഹത്വത്തിൻ്റെ കാൽവയ്പായി തീരാൻ ഈ ദിവസം കാരണമാക്കണം. ഈ ദൂതനെ വാഴ്ത്തി അനുഗ്രഹിക്കണം. അങ്ങയുടെ മക്കൾക്ക് സംതൃപ്തിയും സമാധാനവും നൽകണം. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ആര്? ഈ ചോദ്യം ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ആദ്യമേ തന്നെ ഇന്നത്തെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ എടുത്തു വെക്കുകയാണ്. ഇതിൻ്റെ ചോദ്യത്തിനൊരു ആൻസർ തരാൻ പറഞ്ഞാൽ നമ്മളെല്ലാം 2 രീതിയിലുള്ള ഉത്തരം തരും. ഒന്നാമത്തെ ഉത്തരം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശു ആരാന്നുള്ള ഉത്തരം. ആമേൻ പറയണം. രണ്ടാമത്തെ ആൻസർ, ദൈവശാസ്ത്ര പ്രകാരം യേശു ക്രിസ്തു ആര് എന്നതിൻ്റെ
സൈദ്ധാന്തികമായ ഒരു ഉത്തരം. ഇത് രണ്ടും തള്ളിക്കളയാൻ കഴിയാത്ത വ്യക്തമായ ഒരു ആൻസറാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ചുള്ള ഉത്തരം അറിവിൽ നിന്ന് മാത്രം പോരാ, അനുഭവത്തിൽ നിന്നും കൂടെ വേണം. ഒരു സ്തോത്രം പറയണം. നിങ്ങളുടെ ഒരു കൈ യേശു ആരെന്നുള്ളതിൻ്റെ അറിവിൽ നിന്നും വചനത്തിൽ നിന്നുള്ള ഉത്തരമാണെങ്കിൽ, നിങ്ങളുടെ അടുത്ത കരം നിങ്ങളുടെ കരം പിടിച്ച് നടത്തിയ ദൈവം ആരെന്ന് രുചിച്ചറിഞ്ഞതിൻ്റെ തെളിവുമായിരിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിലേതെങ്കിലും ഒന്നിൽ മാത്രം നിന്നാൽ പെശക. ശ്രദ്ധിച്ച് കേട്ടോണം. ഇതിൽ ഒറ്റക്കയ്യനായിട്ട് നിന്നാൽ വലിയ പ്രശ്നമാണ്. രണ്ട് കൈ ഉണ്ടെങ്കിൽ ആ കൈ കൊണ്ടൊരു വിഷയത്തിനൊരു പിടി പിടിച്ചാൽ നീ പിടിക്കുന്നിടം ജയിക്കും. ആമേൻ. അപ്പോൾ എങ്ങനെ പിടിക്കണം സുബിൻ ബ്രദറെ? എങ്ങനെ പിടിക്കണം? ഇതൊരു വടംവലിയാണെങ്കിൽ ഒറ്റ കൈക്ക് ഇങ്ങനെ വലിച്ചാൽ പോരാ, രണ്ട് കൈയും കൊണ്ട് ഉശിരോടെ വലിക്കണം. അപ്പോൾ ഒരു പിടി തിരുവഴുത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള വ്യക്തമായിരിക്കുന്ന വെളിപ്പാടുകളുടെ അടിത്തറയിൽ നിന്നായിരിക്കണം ആദ്യത്തെ പിടുത്തം. ഒരാമേൻ പറയണം. രണ്ടാമത്തെ പിടുത്തം നമ്മൾ അനുഭവിച്ച നമ്മുടെ ജീവിത കാലഘട്ടത്തെ മുഴുവൻ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഇന്ന് വരെ ഞാൻ രുചിച്ചറിഞ്ഞ കർത്താവിൻ്റെ വിശ്വസ്തത എത്ര വലുതെന്നുള്ളതായ ബോധ്യത്തിൽ നിന്നായിരിക്കണം രണ്ടാമത്തെ പിടുത്തം. ഇത് രണ്ടും കൈമുതലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, ഈ രണ്ട് കൈകളും കൊണ്ട് യുദ്ധത്തിനിറങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം, അവൻ എതിരിടുന്ന ശത്രു എത്ര വലിയ മല്ലനായാലും നീ അവന്റെ കഴുത്ത് വിട്ടു, നീ അതിന്റെ ചിറകരിയും. കാരണം യേശു ആരെന്നുള്ള ബോധ്യം ഇന്ന് അനേകർക്ക് ഇല്ല. പക്ഷെ നിങ്ങളെ അത് ശക്തമായി ഭരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഈ കാര്യം തൻ്റെ ശിഷ്യന്മാർക്ക് അറിയാമോ ഇല്ലയോ? കർത്താവ് ടെസ്റ്റ് ചെയ്യുക. ഫിലിപ്പിന്റെ കൈസരിയയിൽ വെച്ച് യേശു ഈ കാര്യം പരിശോധിക്കുകയാണ്. യേശു ആരാ? നമ്മൾ അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ക്രിസ്തുവിന്റെ വലിപ്പം എന്താ? നമ്മുടെ കർത്താവ് ഇന്നൊരു ഇൻഫന്റ് ജീസസ് ആണോ? ഹലോ, നമ്മുടെ കർത്താവ് ഒരു ടീനേജ് ജീസസ് ആണോ? നമ്മുടെ കർത്താവ് ഒരു യങ് ജീസസ് ആണോ? ഹലോ, നമ്മുടെ കർത്താവ് ഒരു ഓൾഡ് മാൻ ജീസസ് ആണോ? ഒരാൾ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് പുറകിൽ പറഞ്ഞു, കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ കുഞ്ഞുവാവയായിരുന്നു, കുറെ കാലം കഴിഞ്ഞ് പത്മോസിൽ വന്നപ്പോൾ താടിയും മുടിയും എല്ലാം കിളുത്ത് അങ്ങ് നരച്ച് പ്രായം ചെന്ന ഒരാളായിട്ടാണ് യോഹന്നാന്റെ മുമ്പിൽ എന്ത് ചെയ്തത്? തെറ്റാവട്ടോ. അവന് കാലപ്പഴക്കങ്ങളില്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ ഒരുപോലെ തന്നെ. മാറ്റമില്ലാത്ത മഹാദൈവം, ഉന്നതനും ശാശ്വതവാസിയുമായിരിക്കുന്ന അതിശക്തനായൊരു വലിയ ദൈവം, തങ്ങൾ ഏകാജിതരായിരിക്കുന്നവർക്ക് ബലവാനെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം, തന്നെ വിശ്വസിക്കുന്നവരെ കൈവിടാത്തൊരു മഹാദൈവം. അവൻ സർവശക്തൻ, അവൻ സർവവ്യാപി, അവൻ സർവസമ്പൂർണൻ, അവൻ നിത്യൻ, യുഗങ്ങൾ അവസാനിക്കാത്ത മാറ്റമില്ലാത്ത മഹാദൈവം. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ കർത്താവേ അവസാനിക്കുകയുമില്ല. അപ്പോൾ യേശുവിനെ കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാടുകൾ അല്പം കൂടെ ഡെവലപ്പ് ആകണം. ജീസസ് എന്ന് പറയുമ്പോൾ മൈൻഡിലേക്ക് കയറി വരുന്ന ഒരു പിക്ചർ, നെഞ്ചിൽ ബൾബ് കത്തിക്കിടക്കുന്ന ഹാർട്ടിന്റെ പുറത്ത് മുൾക്കിരീടം അടിച്ചിറക്കപ്പെട്ട ആളായിട്ടാണ്, കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ കാണിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റിപ്പോയി.
ഗെത്സമന തോട്ടത്തിൽ ഇപ്പോഴും പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേക്കാത്ത ആളായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തെറ്റിപ്പോയി. അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുവാവയായിട്ടാണ് ഇപ്പോഴും കാണുന്നതെങ്കിൽ വളരെ തെറ്റിപ്പോയി. ഈ ബോധതലങ്ങൾക്കെല്ലാം അതീതമായി യേശുക്രിസ്തുവിന്റെ ദൈവത്വം അതിന്റെ പൂർണ്ണമായിരിക്കുന്ന ഒരു വെളിപ്പാടിൽ നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ചോദ്യമാണ് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് യേശു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാണ് പറയുന്നത്? ഞാൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നറിയാവോ എന്ന ചോദ്യം യേശു ചോദിക്കുകയാണ്. ആരാ നിങ്ങളുടെ കർത്താവ്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിന്റെ യേശു ആരാ? ആരാൻ്റെ യേശു? അങ്ങയുടെ യേശു ആരാ? ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ വ്യക്തമായി പറയത്തക്ക വിധം ഒരു എക്സ്പ്ലനേഷൻ, ഒരു ക്രമീകൃതമായിരിക്കുന്ന ഒരു ഡെഫിനിഷൻ നിങ്ങൾക്കുണ്ടോ? യേശു ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി. അതേ കർത്താവേ, അങ്ങ് ആരാണെന്നുള്ളത് ചോദിച്ചാൽ വലിയ സംഭവമായ ഉത്തരങ്ങളാണ് ഇന്നുള്ളത്. ഹല്ലേലൂയ. ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിപ്ലവകാരിയായിരുന്നു യേശു. തൻ്റെ രക്തം കൊണ്ട് പതാക ചുമപ്പിച്ച യേശുവിനെ പോലെ സത്യത്തിനു വേണ്ടി മരിച്ചൊരു ധീര വിപ്ലവകാരി. അതുകൊണ്ട് പാർട്ടിയുടെ പ്ലീന സമ്മേളനം നടക്കുമ്പോൾ യേശുവിൻ്റെ ഒരു പടവും കൂടെ അവരടിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? ഹല്ലേലൂയ. വേറെ ചിലർ പറയും എനിക്ക് കലഹിക്കുന്ന ക്രിസ്തുവിനെയാണ് ഇഷ്ടം. എന്താ ഈ കലഹിക്കുന്ന ക്രിസ്തു? സമൂഹത്തിലെ അസന്മാർഗികതകൾ പെരുകി വരുന്ന സമയത്ത് അതിനു മുമ്പേ പഞ്ചപുച്ഛമടക്കി മാറി നിൽക്കാതെ ചമ്മട്ടി ഉണ്ടാക്കി പ്രതികരിച്ച ആജ്ഞാശക്തിയുള്ള ചുറുചുറുക്കുള്ള യൗവനക്കാരനായിരിക്കുന്ന ആ കലഹിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് എടാന്ന് വിളിച്ച പോടാന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ട്, ഇഷ്ടമാണ്. അതാണ് ഒരു കൂട്ടം ആൾക്കാരുടെ നയം. കേൾക്കുന്നുണ്ടോ? പക്ഷെ ഗാന്ധിജിയെ പോലുള്ള ആൾക്കാർ പറയുന്നു യേശു ക്രിസ്തുവിന്റെ സതുപദേശങ്ങൾ, ഗിരിപ്രഭാഷണങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിച്ച അഹിംസയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞാൻ അറിയുന്ന യേശു എന്നുള്ള ഗാന്ധിജിയുടെ രചന ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഭാരതീയ തത്വചിന്തയിൽ സ്വാമി വിവേകാനന്ദൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു പാസ്റ്റർ പോലും ഇത്ര നന്നായിട്ട് പ്രസംഗിക്കുക. ഇങ്ങനെ വിഭിന്നമായിരിക്കുന്ന കാഴ്ചപ്പാടുകളിൽ യേശു ആരെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ വിശുദ്ധ സഭയുടെ വിശ്വാസം എന്ത്? ഇതാണ് ഇന്നത്തെ പ്രമേയം. അടുത്തിരിക്കുന്നവർക്ക് ഇത് കൈ കൊടുത്ത് പറഞ്ഞ് നിങ്ങൾ അറിയുന്ന യേശു ആരാണ്? ആമേൻ. ഇന്ന് ഈ ചോദ്യത്തിന്റെ സമ്പൂർണ്ണ ഉത്തരം നൽകുക എന്നത് പര്യാപ്തമല്ലാത്തത് കൊണ്ട് ഒറ്റ വാക്കിൽ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായി കാലങ്ങളും കാണുന്നതും കാണപ്പെടാത്തതുമായ സകല സൃഷ്ടിയും അതിൻ്റെ ഉപജ്ഞാതാവായി പിതാവിനോടുകൂടെ വന്ദിക്കപ്പെട്ടവനായിരുന്നു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കന്യകയിലൂടെ ജന്മമെടുത്ത് ലോകത്തേക്ക് വന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് കഷ്ടം സഹിച്ച് അരിമത്ഥ്യയിലെ ജോസഫിന്റെ കരയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉദ്ധിതനായി 40 നാളോളം 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി സ്വർഗാരോഹണം ചെയ്യുകയും താൻ വാഗ്ദത്തം ചെയ്തതുപോലെ പരിശുദ്ധ റൂഹായി അയക്കുകയും ഇനിയും തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നിൽ ചേർക്കുവാൻ വേണ്ടി ആഗതനാകാൻ പോവുകയും ചെയ്യുന്ന, ഒപ്പം തന്നിൽ വിശ്വസിക്കുന്നതിന്റെ തിരുസഭയുടെ നാഥനും ശിരസ്സും അതിന്റെ സമ്പൂർണതയുമായിരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്ന ജീവനാഥനാണ് നമ്മുടെ കർത്താവായ യേശു. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ യേശുവിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഇന്ന് ഈ കാര്യം പറയുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, അടിസ്ഥാന ശിലയായ യേശു. ഒന്ന് പറഞ്ഞേ, അടിസ്ഥാന ശിലയായ യേശു. 2, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ യേശു. ഇന്നത്തെ നമ്മുടെ സന്ദേശം അതാണ്. സഭ ശ്രദ്ധയോടെ കേൾക്കുക. എന്നോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ 1-2 സഹോദരന്മാരെൻ്റെ ദൂത് ശ്രദ്ധിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ സഭയിൽ വളരെ സെക്കുലറായിട്ടുള്ള സ്പീച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ നടത്തുന്നത്. അതെ, ദൈവസഭ വചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് വ്യക്തതയോടുകൂടെ കയറിയേ മതിയാകുകയുള്ളൂ. നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധം നിങ്ങൾക്കുണ്ടാകണം. മറ്റൊരു സഭയെ പഠിപ്പിക്കുന്നതല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. അത് വ്യക്തമായി തന്നെ ഞാൻ പറയട്ടെ. നമ്മൾ പിന്തുടരുന്ന ദൈവശാസ്ത്ര അടിത്തറയ്ക്ക് കൃത്യമായിരിക്കുന്ന റൂട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ യേശുവിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ്. 2 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് പ്രവാചകന്മാരെക്കാൾ
അതുല്യനായ യേശു. ഒന്നൂടെ പ്രവാചകന്മാരെക്കാൾ അതുല്യനായ യേശു. 2, അടിസ്ഥാന ശിലയായിരിക്കുന്ന യേശു. അപ്പോൾ ക്രിസ്തു മഹിമയിലെ 2 മുഖങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ നട്ടലൊക്കെ ഒന്ന് നിവർത്തി, ഒന്ന് ചൊവ്വനൊന്ന് ഇരുന്നേ. ഹല്ലേലൂയ. അവരിൽ കുറച്ചു പേർ പറഞ്ഞു, അങ്ങ് സ്നാപക യോഹന്നാനാണ്. എന്താണ് സ്നാപക യോഹന്നാന് പ്രത്യേകത? അന്നത്തെ സാമൂഹിക പരിതസ്ഥിതിയിൽ മാനസാന്തരത്തിന് ദൂത് പറഞ്ഞ ആളാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി താലത്തിൽ വെച്ചു ഡാൻസ് കളിച്ച പെണ്ണിന് ഹെരോദാവ് കൊടുത്തു. കേൾക്കുന്നുണ്ടോ? അങ്ങനെ മാനസാന്തരത്തിന് ദൂത് പറഞ്ഞ ഒരു അഭിഷക്തനെ നിശബ്ദമാക്കി അഴിഞ്ഞാട്ടക്കാരിയായ ഒരു പെണ്ണിന് സമ്മാനിച്ചു എന്ന് കരുതി ഹെരോദാവ് ഇങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോൾ വെട്ടിക്കളഞ്ഞതൊരു അഭിഷക്തന്റെ ശിരസ്സാണേലും ദൂത് അവസാനിച്ചിട്ടില്ല. യോഹന്നാൻ നിർത്തിയെടുത്തുനിന്ന് യേശു തുടങ്ങി. അതേ ദൂതുമായി ക്രിസ്തു രംഗത്ത് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലത് അടച്ചു എന്നത് ശത്രുവിന്റെ മിഥ്യാധാരണയാ. ദൈവം തുടങ്ങിയതിനെ ഒരുത്തനും അവസാനിപ്പിക്കുകയില്ല. ആരും അടയ്ക്കാത്ത വിധമാണ് അവൻ തുറക്കുന്നത്. നിനക്ക് വേണ്ടി ദൈവം തുറന്നതിനെ ഒരു ശത്രുവും ബന്ധിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം എഴുതിയത് ഒരുത്തനും മായ്ക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം അനുവദിച്ചത് ആരാലും തടയപ്പെടുകയില്ല. വിശ്വസിക്കുന്നെങ്കിൽ സന്തോഷത്തോടെ അക്കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത് കേട്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി, കേൾക്കുന്നത് സ്നാപക യോഹന്നാന്റെ അതേ ശബ്ദമല്ലേ, അതേ ട്യൂണല്ലേ കേൾക്കുന്നത്, അതേ മെസ്സേജ് അല്ലേ കേൾക്കുന്നേ. അങ്ങനാണെങ്കിൽ ഇത് സ്നാപക യോഹന്നാൻ തിരിച്ചു വന്നേക്കുന്ന ആളാണോ? സംശയമായി. കുറച്ചു പേരടക്കം പറഞ്ഞു, കൊന്നു കളഞ്ഞപ്പം വിചാരിച്ചില്ല തിരിച്ചു വരുമെന്ന്. ഇപ്പൊ വന്നേക്കുന്ന ആള് ആരാ? സ്നാപക യോഹന്നാൻ. ഇപ്പോൾ വന്നേക്കുന്നത് സ്നാപക യോഹന്നാൻ എന്ന് കുറച്ചു പേർ പറയുമ്പോൾ, സ്ത്രീകളിൽ നിന്ന് ജനിച്ച ഏതൊരുവനേക്കാളും വലിയവൻ ദേ വന്നു നിൽക്കുന്നു. ആമേൻ. സ്നാപക യോഹന്നാനേക്കാൾ ശ്രേഷ്ഠൻ. ഒരാമേൻ പറയണം. സ്നാപക യോഹന്നാനേക്കാൾ ശ്രേഷ്ഠൻ. ആരാ ബൈബിളിൽ സ്നാപക യോഹന്നാൻ? സെഖര്യാവിന്റെ മകൻ. ആരാ സെഖര്യാവ്? അഹരോന്യ ക്രമത്തിലെ പുരോഹിതൻ അല്ലേ? അങ്ങനാണെങ്കിൽ ഈ പുരോഹിത ക്രമത്തിൽ പിറവിയെടുക്കുന്ന മകനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ സ്വാഭാവികമായിട്ടും ആരായിട്ട് മാറണം? പുരോഹിതനായിട്ട് മാറണം. അപ്പോൾ തൻ്റെ പിതാവിങ്കിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്ന പ്രവാചക ദൗത്യവും പുരോഹിത ദൗത്യവും ഒരുപോലെ ആരിലുണ്ട്? പറയൂ. അപ്പോൾ യോഹന്നാൻ ആരാണ്? പ്രവാചകൻ മാത്രമല്ല, അഹരോന്യ പൗരോഹിത്യത്തിന്റെ വക്താവ്. ബൈബിൾ പറയുന്നു ന്യായപ്രമാണം യോഹന്നാൻ വരെ. കേൾക്കണം. എന്താണ്? ശ്രദ്ധിച്ച് കേട്ടോണം ഇത്. ഇനി വല്ലവരും ചോദിക്കുമ്പോൾ വാ പൊളിച്ചിരിക്കരുത്. ശ്രദ്ധിച്ച് കേട്ടേ. ആരാ സ്നാപക യോഹന്നാൻ? ആരാണ്ടാണ് എന്തോ ഈ പറയുന്നത്? സ്നാപക യോഹന്നാൻ ന്യായപ്രമാണത്തിന്റെ ക്ലൈമാക്സ് ആണ്, അല്ലെങ്കിൽ ന്യായപ്രമാണം യോഹന്നാൻ വരെ. അപ്പോൾ ഈ യോർദാനിൽ എന്തായി സംഭവിക്കുന്നേ? രണ്ടുപേർ നദിയിൽ നിൽക്കുന്നു. ഇനി ഇങ്ങനെ നിൽക്കണ്ടേ? രണ്ടുപേർ യോർദാൻ നദിയിൽ നിൽക്കുന്നു. ഒന്നാമൻ സ്നാപക യോഹന്നാൻ, രണ്ടാമൻ യേശു ക്രിസ്തു. ആദ്യം നിൽക്കുന്നയാൾ ന്യായപ്രമാണത്തിന്റെ വക്താവ്, അല്ലെങ്കിൽ അഹരോന്യ ശുശ്രൂഷ നിൽക്കുന്നു. ഇപ്പുറത്ത് നിൽക്കുന്നതോ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ കൃപയുടെ ശുശ്രൂഷ. അതായത് ഒരാൾ പഴയ നിയമം, മറ്റേയാൾ പുതിയ നിയമം. ഇപ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടിയോ? ഒന്ന് പഴയ നിയമം, മറ്റേത് പുതിയ നിയമം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പർവ്വത മുകളിൽ വെച്ച് മോശയുടെ കൈകളിൽ ആര് കൽപ്പന എഴുതി കൊടുത്തിരിക്കുന്നു, അതേ ദൈവത്തിന്റെ കയ്യിലേക്ക് ന്യായ പ്രമാണം അതിനെ മടക്കി നൽകുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധയോടെ കേൾക്കണം. എന്താ ഇവിടെ നടക്കുന്നത്? അഹരോന്യ പൗരോഹിത്യം എങ്ങനെ ആരംഭിച്ചു? മോശയ്ക്ക് ദൈവം കൽപ്പന എഴുതി കൊടുത്ത അന്നു മുതൽ. സ്തോത്രം. ഈ കൽപ്പനയുമായിട്ട് താഴെ വന്നിരിക്കുന്ന മോശ അന്നു മുതൽ പിന്തുടർച്ചയാ ഇതിങ്ങനെ നൽകി നൽകി വരികയാ. ഇതിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? യോഹന്നാൻ സ്നാപകനിൽ. യോഹന്നാൻ സ്നാപകൻ ഇതും വെച്ചോണ്ട് പോവുകയാണോ? അല്ല. പിന്നെ എന്താ ചെയ്യുന്നത്? ഇത് ഉത്തരവാദിത്തപ്പെട്ട ഉടമസ്ഥന്റെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്തു. കൈമാറ്റം ചെയ്തിട്ട് ആ കഴുത്ത് ഛേദിക്കപ്പെടുവാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്താ കാരണം? ന്യായപ്രമാണത്തിന്റെ സ്വരം അവസാനിച്ചു. കൃപയുടെ ശബ്ദം പ്രതിധ്വനിച്ചു തുടങ്ങിയിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ശബ്ദം ദാസൻ എന്നാണെങ്കിൽ കൃപയുടെ ശബ്ദം ഇവൻ എന്റെ പുത്രൻ എന്നുള്ളതാണ്. പുത്രത്വ യുഗം തുടങ്ങി, ദാസത്വ യുഗം അവസാനിച്ചു. ഹല്ലേലൂയ. അതിൽ നമുക്കെന്താ സവിശേഷത? നിങ്ങളോ ആരായിരിക്കുന്നു? സ്വപുത്രന്റെ ആത്മാവിനെ പ്രാപിച്ചവർ തന്നെ. നിങ്ങളോ മക്കളെങ്കിലും അവകാശികളാകുന്നു. യേശുക്രിസ്തു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിൽ കൂട്ടവകാശികളും തന്നെ. ആമേൻ. നിങ്ങൾ പിന്നെയും പേടിക്കേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ ആമേൻ. ഇതൊന്ന് തിരികെ ഒന്ന് വന്നേ ദൈവദാസ, ഒന്ന് വന്നേ കർത്താവിൻ്റെ ദാസനെ. ഇവിടെ നിൽക്കൂ, ഇറങ്ങി നിൽക്കൂ. ഒന്നാമത്തെ ആൾ ന്യായപ്രമാണത്തിന്റെ വക്താവായിരിക്കുന്ന സ്നാപകൻ, തിരിഞ്ഞു നിന്നേ. രണ്ടാമത്തെ ആൾ കൃപയുടെ വക്താവായിരിക്കുന്ന ജീസസ്. ഹല്ലേലൂയ. ഇദ്ദേഹത്തിൽ വ്യാപരിച്ചിരുന്ന ആത്മാവേത്? ഇദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ആത്മാവേത്? ഇതിന്റെ വ്യത്യസ്തത, ഒരേ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ഒരേ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ആത്മാവ്. ഈ ആത്മാവ് ഇദ്ദേഹത്തിൽ വ്യാപരിക്കുമ്പോൾ ഇദ്ദേഹം ദൈവത്തിന് വേണ്ടി ചെയ്തത് ദാസവേല. ഒരാമേൻ പറയണം. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ ഓരോ മനുഷ്യന്റെ മേലും വന്നപ്പോൾ അവർ ദൈവത്തിന് വേണ്ടി ചെയ്തത് ദാസവേല. ഒരു സ്തോത്രം പറയണം. എന്നാൽ ഇതേ ആത്മാവ് പുതുനിയമത്തിൽ ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവൻ ദാസവേല ചെയ്യുന്നത് യജമാനൻ എന്ന നിലയിലല്ല, തന്റെ പിതാവിനെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന ഒരു മകനെ പോലെ, എന്റെ അപ്പന്റെ സന്തോഷത്തിന് വേണ്ടി ഹൃദയം തുറന്ന് ചെയ്യുന്ന സ്വപുത്രന്റെ ആത്മാവായി ഇവിടെ ഒരുവൻ അഭിഷേകം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ന്യായപ്രമാണം യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്ത് യോഹന്നാൻ അരങ്ങൊഴിയുമ്പോൾ, യേശു ഈ നിയോഗം ഏറ്റെടുക്കുമ്പോൾ, ഇത് കണ്ടോണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവ് വിളിച്ചു പറയുന്നു, അതേ ഇവനാണ് എന്റെ പ്രിയപുത്രൻ, ഇവനിലാണ് ഞാൻ പ്രസാദിച്ചിരിക്കുന്നത്, നിങ്ങൾ ഇവനാണ് ചെവി കൊടുക്കേണ്ടത്. മനസ്സിലായെങ്കിൽ ആ കാര്യങ്ങളെ ഉയർത്തി യേശുവിനൊരു ആരാധന കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിലർ പറയുന്നു വന്നിരിക്കുന്നത് സ്നാപക യോഹന്നാനാണ്. നല്ലേ അല്ല. സ്നാപക യോഹന്നാൻ ദാസനായിരുന്നു. വന്നിരിക്കുന്നത് അവകാശിയായ സാക്ഷാൽ പുത്രനാണ്. ഒരു സ്തോത്രം പറയാം. യേശു എന്തുകൊണ്ട് യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനാകുന്നു? യോഹന്നാൻ വെറും ദാസനായി തന്നെ അവസാനിക്കുന്നു. പുത്രസ്ഥാനത്തേക്ക് യോഹന്നാനെ ദൈവം വേർതിരിച്ചിട്ടില്ല. പക്ഷേ യേശുവിനെ പിതാവ് പരസ്യമായി വേർതിരിച്ചു. എന്റെ ബിലോവഡ് സണ്ണാണിത്, എന്റെ പ്രിയപുത്രൻ. ഈ ഒറ്റ പ്രസ്താവനയാലും യേശുവിൽ വ്യാപരിച്ച അഭിഷേകത്താലും ഇവിടെ കാര്യങ്ങൾ വ്യക്തമാകുന്നു. യേശു സ്നാപക യോഹന്നാൻ എന്ന പ്രവാചകനേക്കാൾ വലിയവൻ. സ്തോത്രം, 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 സ്തോത്രം. രണ്ടാമതവർ പറഞ്ഞു ഏലിയാവാണ്. രണ്ടാമത് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആരാണ്? ഏലിയാവ്. ആരാണ് ഏലിയാവ്? അധർമ്മത്തിലേക്ക്, മറ്റിതര ആരാധനാ സമ്പ്രദായത്തിലേക്ക് ഇസ്രയേൽ അധപ്പതിച്ച സമയത്ത് ദൂത് പറയാൻ വന്നയാളല്ല. ശ്രദ്ധിച്ചു കേട്ടു. എന്താണ് പ്രവാചകന്റെ ദൗത്യം? ദൂത് പറയലല്ല, ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരലാണ്. പ്രൈസ് ദി ലോർഡ്.
നിന്റെ അവസ്ഥ പറയലല്ല എൻ്റെ ജോലി, നിങ്ങളുടെ ഭാവി പറയലല്ല എൻ്റെ പരിപാടി. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന പദ്ധതിയിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കയറ്റുക എന്നതാണ് ഒരു പ്രോഫറ്റിന്റെ റിയൽ ദൗത്യം. ഏലിയാവ് അതാണ് ചെയ്തത്. ഒരു സമൂഹം ബാൽ എന്ന കാളദൈവത്തെ ആരാധിക്കുന്നു. ദൈവമാണിതെന്നും പറഞ്ഞ് അവർ അതിൻ്റെ ഇതിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുമ്പോൾ ഏലിയാവ് ഇങ്ങോട്ട് വന്നു. ബാലിനെ മതിയെങ്കിൽ, അന്യ ദൈവങ്ങളെ മതിയെങ്കിൽ അതിൻ്റെ പുറകെ പൊക്കോണം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോണം. ആമേൻ. ഈ വിഷയം കൊടുമ്പിരി കൊണ്ടു. കുറച്ചു പേർ പറഞ്ഞു ബാലിനാണ് ശക്തി. ബാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാണ്ട് വേറെ തെറ്റിദ്ധാരണകളിലേക്ക് പോകണ്ട. ആ കാലഘട്ടത്തിലെ മതസംവിധാനങ്ങളിൽ പലവിധ ആരാധനകളിലെ ഒരു മൂർത്തിയായിരുന്നു ബാൽ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ആ ബാൽ എന്ന് പറയുന്ന ദൈവത്തിനൊരു രൂപമുണ്ട്. അതൊരു കാളയുടെ രൂപമാണ്. അപ്പോൾ അവർ കാളദൈവ ആരാധകരായിരുന്നു. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഇസ്രായേലിൻ്റെ ദൈവത്തിന് രൂപമില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കിയിട്ട് ഞാനാന്ന് പറഞ്ഞ് കുമ്പിട്ടേക്കല്ലെന്ന ആദ്യത്തെ കൽപ്പന. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്? ഉണ്ടാകരുത്. യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത്. ഒരു ബിംബത്തെ നമസ്കരിക്കുക പോലും അരുത്. ഇത് ദൈവത്തിൻ്റെ എഴുതപ്പെട്ടിരിക്കുന്ന കർശന കൽപ്പനയാ. അടുത്തിരിക്കുന്നവർ പറ, എന്തെല്ലാം തിരക്കിലായാലും ഇത് മറന്നേക്കരുത്. ഒരു സ്തോത്രം പറഞ്ഞേ. ആ മത്സരം കൊടിപിരി കൊണ്ടിരുന്ന കാലത്ത് ഏലിയാവ് വന്നിട്ട് പറഞ്ഞു, സത്യവിശ്വാസം തെളിയിക്കാൻ പോകുന്നു. കർമ്മേൽ എന്ന മലമുകളിൽ ഒരു യാഗപീഠം ഉണ്ടാക്കിയിട്ട് ഏലിയ പ്രവാചകൻ ബാലിനെ സേവിക്കുകയും ആകാശ ദൈവങ്ങളായിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളെയും ആകാശ ശക്തികളെയും ആരാധിക്കുന്ന അക്ഷേര എന്ന് പറയുന്ന ദേവീദേവഗണങ്ങളെ കുമ്പിടുകയും ചെയ്യുന്ന 400 പ്രവാചകന്മാരെ, അവരുടെ 400 പുരോഹിതരെയും ബാലിൻ്റെ 10,450 പുരോഹിതരെയും വിളിച്ചിട്ട്, ചുരുക്കി പറഞ്ഞാൽ ഒരു 10,850 ജാതീയ പൂജാരികൾ നിൽക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി തെളിയിക്കുക. നിനക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഈ അയൽക്കാരൻ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞ് ഞെട്ടുന്ന നിന്നോടാണ് ഞാൻ ഈ പറയുന്നത്. കേട്ടോണം ചെവി തുറന്ന്. 480ഓളം ദുർമന്ത്രവാദികളെന്ന് പറയപ്പെടുന്ന നിലയിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള മനുഷ്യർ നിൽക്കുന്നു. അവരോട് പറയുകയാണ്, കുരുതി കഴിച്ച് ചെയ്തു. പുള്ളി ഇപ്പുറത്ത് മാറിയിരുന്നു. രാവിലെ തൊട്ട് ഉച്ചവരെ അവർ പല പരിപാടി ചെയ്തു. തീ ഇറങ്ങിയില്ല. ഇപ്പൊ കത്തിക്കുമെന്നും പറഞ്ഞാൽ നിൽക്കുന്നേ, കത്തിയില്ല. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? അടുത്തിരിക്കുന്നവർ നിങ്ങളോടുള്ള ദൂത ശരിക്കും കേട്ടോളാൻ പറ. നീ ആവശ്യമില്ലാത്തതൊക്കെ കേട്ട് ഞെട്ടുകല്ലായിരുന്നു ഇത്രയും കാലം. കുറച്ച് നാൾ സമാധാനത്തിന് ഇരിക്കെ. ഒരു ദൈവ പൈതൽ കർത്താവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചാൽ പല പരിപാടികളും ദുഷ്ടന്റെ സകലവിധ അഴിഞ്ഞാട്ടങ്ങളും അവിടം കൊണ്ട് നിൽക്കും. യേശു ആരാന്നറിഞ്ഞാൽ ആ തിരിച്ചറിവിൽ നിന്റെ കുടുംബം ഭരിക്കുന്ന ശാപങ്ങൾ അയ്യോന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളും. ക്രിസ്തുവേശു ആരാന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നീ അങ്ങോട്ട് നിന്നാൽ, നീ അരമുറുക്കി എഴുന്നേറ്റാൽ, അതോടെ പല കെട്ടും വട്ടും അന്നത്തോടെ ആയുധം വെച്ച് ഇറങ്ങിപ്പോവും. ഇനിയും കേക്ക്, ഏലിയാവിന്റെ ഊഴം വന്നു. ഇസ്രായേലിന്റെ ഗോത്രസംഖ്യക്കൊത്തവിധം 12 കല്ലുകൾ വിറക് കീറി അടുക്കി യാഗമൃഗത്തെ വെച്ചു. ഒരു പ്രാർത്ഥന. വെള്ളം കോരി ഇവിടെ നിറയ്ക്കുകയും കൂടെ ചെയ്തു. തീ കത്തുന്നതിന് നേരെ വിപരീതമായ പണി. ആമേൻ. സാഹചര്യം എത്ര എതിരാണേലും ദൈവമാണെങ്കിൽ ഇറങ്ങും. ഈ ദൂത് കേട്ടോണം. സിറ്റുവേഷൻ എത്ര എതിരാണേലും ദൈവമാണെങ്കിൽ അവൻ ഇറങ്ങിയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മളാണെ കുറെ കച്ചി വാരിയിട്ടേനെ, പെട്ടെന്ന് കത്തട്ടെന്ന് കരുതി. പുള്ളി വെള്ളവാ കോരി ഒഴിച്ചേ. അടുത്തിരിക്കുന്നവര് പറ, നിന്റെ ഒരുക്കമോ ഒരുക്കമില്ലായ്മയോ എന്നോട് വിഷയമല്ല. ദൈവമാണ്. അവൻ അവൻ്റെ പ്രവൃത്തി ചെയ്യും. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം ചെയ്തേ. ജുഡാരകൽ കനാദരക ശംധനാദിയ. 100 ബന്ധനങ്ങളുണ്ടേലും നിന്റെ നന്മ കയറി വരും. 10 എതിരുകളുണ്ടേലും നിന്റെ അനുഗ്രഹം നിന്റെ വരയ്ക്കകത്ത് വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്ന മനുഷ്യനാ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അവൻ മഹാദൈവമാ.
അവൻ പലതും കണ്ട് വഴിമാറി നിൽക്കുന്നവനല്ല, അയ്യോ എന്ന് പറഞ്ഞ് ഓടുന്നവനല്ല. ആ തിരയുടെ മീതെ ചവിട്ടി, അടുത്ത തിരമാലയും ചവിട്ടി മുങ്ങിത്താഴുന്ന തന്റെ പ്രിയ ശിഷ്യന്റെ കൈ പിടിക്കാൻ നടന്നു വരുന്ന എന്റെ കർത്താവാണ് യേശു. ആമേൻ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ തിരിച്ചു പോകുന്ന ആളല്ല, പേടിച്ചു പോകുന്ന ആളല്ല. അടുത്തു വരും. നിന്നെ മുടിക്കാൻ നിൽക്കുന്ന പ്രശ്നത്തിന് നെറുകുന്തലെ ചവിട്ടി നിന്റെ വലങ്കരം പിടിക്കാൻ നിന്റെ അടുത്ത് യേശു വരും. വിശ്വസിക്കുന്നെങ്കിൽ ആ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്ക. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥിച്ചു, തീ ഇറങ്ങി. ആമേൻ. അപ്പുറത്ത് ഒത്തിരി എണ്ണം കാണും, നീ ഒറ്റ ഒരെണ്ണം മതി. ആമേൻ. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിലുള്ള എല്ലാ പിശാസുകളും നിനക്ക് നേരെ പോരാടുമായിരിക്കും, പക്ഷെ നീ ഒരൊറ്റ ഇനം മതി. ആമേൻ. ഹല്ലേലൂയ. അല്ലേലും 1000 പട്ടികളെക്കാൾ ഒരു സിംഹമാണ് നല്ലത്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് പറ, ആ ഒരു സിംഹമാണെന്ന് തോന്നുന്നു നിങ്ങൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കടുവയിലുവാകെ. താങ്ക് യു ലോർഡ്. ദൈവമേ മഹത്വം. അപ്പൊ കുറച്ചു പേര് പറഞ്ഞു, ഉടലോടെ ദൈവം വന്ന് ഏലിയാവിനെ എടുത്തോണ്ട് പോയി. ഒരു നാൾ ഈ പുള്ളി തിരിച്ചു വരുമെന്ന് മലാക്കി പ്രവചിച്ചു. പോയ കക്ഷി എന്ത് ചെയ്യും? തിരിച്ചു കൊണ്ടുവരും. അന്ന് തൊട്ട് യവന്മാർ കാത്തിരിക്കുക, ആര് വരും? ഏലിയാവ് വരും. പക്ഷെ ഈ ഏലിയാവിന് ദൗത്യവുമായിട്ടാണ് മുമ്പത്തെ സ്നാപക യോഹന്നാൻ വന്നത്. പുള്ളിയുടെ മേൽ വെളിപ്പെട്ട പ്രവചന വിളി, പ്രോഫറ്റിക്കൽ അനോയിന്റിങ്, അഹരോന്റെ പൗരോഹിത്യവും ഏലിയാവിന്റെ പ്രവചനാഭിഷേകവും കൂടെ ഒന്നിച്ച സ്നാപകനിൽ വന്നത്. ഇങ്ങേര് വന്ന് ദൈവപുത്രന്റെ കൃപയ്ക്കുള്ള വഴി വെട്ടിയിട്ടിട്ട് പുള്ളി പോയി. ആമേൻ. അപ്പോൾ ഏലിയാവെന്നും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കേണ്ടതിന് പറയുമാർ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഏലിയാവാണോ? പക്ഷെ ഏലിയാവ് വന്നെല്ലാം ചെയ്തിട്ട് പോയി. ഹല്ലേലൂയ. ഇപ്പോൾ നീ നോക്കിക്കേ, യേശുവിനെ നോക്കിക്കൊണ്ട് അവർ പറയുന്നു ഏലിയാവായിരിക്കും. കാരണം ജനത്തെ ദൈവത്തിലേക്ക് തിരിച്ച ആ തീഷ്ണത യേശുവിലും വ്യാപരിക്കുന്നുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആ തീഷ്ണത ആരിലുമുണ്ട്? യേശുവിലുമുണ്ട്. അതായത് ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ നടന്ന പരിപാടി യേശുവിന്റെ പ്രാർത്ഥനയിൽ നടക്കുന്നുണ്ട്. ആമേൻ. ഏലിയാവ് ചെയ്ത പോലത്തെ അത്ഭുതം ആരും ചെയ്യുന്നുണ്ട്? അതിനേക്കാൾ അപ്പുറമാണ്. സാരെഫാത്തിലെ വിധവയുടെ വീട്ടിൽ ചെന്ന്, ശ്രദ്ധിച്ച് കേട്ടെ, ക്ഷാമകാലത്ത് പറഞ്ഞു, നിന്റെ പാത്രത്തിനകത്തിരിക്കുന്ന ആശീർവാദിന്റെ ആട്ട എന്ത് ചെയ്യത്തില്ല, തീരത്തില്ല. നിന്റെ പാത്രത്തിലെ ഗോൾഡ് വിനർ എന്ത് ചെയ്യത്തില്ല, കുറയത്തുമില്ല. ഹല്ലേലൂയ. ഈ വർഷം മുഴുവൻ ചപ്പാത്തി ഉണ്ടാക്കിക്കോ. അതെന്ത് ചെയ്തില്ല, തീരുകയില്ല. അപ്പം ഒരു വിധവയുടെ വീട്ടിൽ ചെയ്ത പരിപാടി, ഒരു മരുഭൂമിയിൽ നിന്ന് 5 അപ്പവും 2 മീനും എടുത്ത് തൽക്ഷണം 5000 നിരത്തിയിരുത്തി ആഹാരം വർദ്ധിപ്പിക്കുന്ന ഈ യേശു എന്നാണെങ്കിലും ഈ ഏലിയാവിനേക്കാൾ ഒരു വമ്പം പാർട്ടിയാ. യേശു ഏലിയാവിനേക്കാൾ വലിയവൻ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, യേശു ഏലിയാവിനേക്കാൾ വലിയവൻ. ഒന്നുകൂടെ പറ, യേശു ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠൻ, ഏലിയാവിനേക്കാൾ വലിയവൻ. ശൂനേങ്കാലത്തിലെ മകനെയും മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെയൊക്കെ ഏലീശാവും ഏലീശയും ജീവിപ്പിച്ചിട്ടുണ്ട്. ആമേൻ. അവരാ പരിപാടിയൊക്കെ ചെയ്തത് ഭയങ്കര പാടുപെട്ട. മനസ്സിലാവുന്നുണ്ടോ? കൊച്ചിൻ്റെ ശവമെടുത്ത് കിടത്തി, എന്നിട്ട് അതിനെ മണ്ടയിൽ ഇവര് കയറി കോഴി അടയിരിക്കുന്ന പോലെ കിടന്ന്, ആമേൻ, കൊച്ചിൻ്റെ ദേഹത്തിന് ചൂട് പിടിപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു വിധത്തിലേക്ക് എന്ത് ചെയ്തത്, എഴുന്നേൽപ്പിച്ചത്. പക്ഷെ യേശുവോ ഉറങ്ങുക, മോളെ എഴുന്നേക്ക്, വാലെ എഴുന്നേക്ക് എന്നും പറഞ്ഞ് കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അപ്പനോടും അമ്മയോടും കൊച്ചിനും എല്ലാം കഴിക്കാൻ കൊടുത്തേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഏലീശായുടെ അസ്ഥിയേൽ തൊട്ട് ഒരുത്തൻ ജീവിച്ചു, പക്ഷേ അസ്ഥിയിൽ നിന്ന് മാംസം അടന്നു പോയ ഒരുത്തനെ ജീവിപ്പിച്ചിട്ടില്ല ഇവരാരും. 4-ാം ദിവസം ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് ചെലവാക്കിയത് ഒറ്റ വാക്ക്,
ലാസറേ, ഏലിയാവിനേക്കാളും ഏലീശായേക്കാളും യേശു വലിയവൻ. അവരാമേൻ പറഞ്ഞേ. ഏലിയാവിനേക്കാളും ഏലീശയെക്കാളും യേശു വലിയവൻ. ഇതിനിടയ്ക്ക് മോശ ഒരു കാര്യം പറഞ്ഞു. എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ നടുവിൽ നിന്ന് എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങളുടെ നടുവിൽ നിന്ന് എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. അപ്പോൾ ഈ ദൂതും കൂടെ കിടക്കുന്നത് കൊണ്ട് ഇവർ പറയുന്നത് ഏതായാലും വരാൻ പോകുന്ന ആൾ മോശയേക്കാൾ വലിയ ആളൊന്നും ആയിരിക്കത്തില്ല, മോശയെ പോലെയുള്ള ഒരാൾ. മോശ പറഞ്ഞ ആ പ്രവാചകനാണ് യേശു എന്നും വേറെ പുള്ളിയാന്നൊക്കെ പറയുന്ന ഒരു ചെവി തുറന്ന് കേട്ടോ. കടല് പിളർക്കാൻ നേരം മോശ വടിയാണ് ചുമന്നത്. വടി കൊണ്ടേ മോശയ്ക്ക് കടല് തുറക്കാൻ പറ്റിയുള്ളൂ. ഇത് വടിയോ കോലോ ഒന്നും എടുത്തൊന്നുമില്ല, നേരെ നടന്നങ്ങ് പോവായിരുന്നു. രാത്രിയുടെ 4-ാം ഞാമത്തിൽ മുങ്ങുന്നവനെ ചെന്ന് പൊക്കി, എന്നിട്ട് താ നിൽക്കുന്നവരെ അവനെ നിർത്തി. മനസ്സിലായല്ലോ? മോശയേക്കാൾ വലിയവൻ. ഒരു സ്തോത്രം പറഞ്ഞേ. യേശു മോശയേക്കാൾ. ഇനിയും വടി ചുമന്നെന്നാണെങ്കിൽ അതിനേക്കാൾ വേറൊരു വെളിപ്പാടോടെ പറയാം. 10, 20, 30, 300 വടി വെട്ടാവുന്ന വലിയൊരു കുരിശും ചുമന്നുണ്ട് കർത്താവ് നടന്നത്. മോശ വടിയെ ചുമന്നുള്ളൂ, എൻ്റെ കർത്താവ് തടി ചുമന്നു. ആമേൻ, ഹല്ലേലൂയ. ആ ഗതി നോക്കിയാൽ തന്നെ യേശു മോശയേക്കാൾ വലിയവൻ. ആമേൻ. മന്ന തിന്നവന്മാരെല്ലാം തട്ടിപ്പോയി. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ നൽകുന്നത് കഴിക്കുന്നവൻ ഒരു നാളും. ആമേൻ. മോശ മന്ന കൊടുത്തു, യേശു തന്നെ ജീവന്റെ അപ്പമായി തന്നു. ഒരു സ്തോത്രം പറയാൻ. ഹല്ലേലൂയ. മോശ പാറയിൽ നിന്ന് വെള്ളം ഒഴുകി, യേശു തന്നിൽ നിന്ന് തന്നെ ജീവജല നദി ഒഴുക്കി തന്നു. യേശു മോശയേക്കാൾ വലിയവൻ. ഹല്ലേലൂയ. മോശ ഒരു ജനതയ്ക്ക് ദൈവത്തിന്റെ നിയമം ഒരു ഭാഷയിൽ നൽകി. യേശു മാളിക മുറിയിൽ സകല ഭാഷക്കാരെയും വിളിച്ച് ദൈവത്തിന്റെ നിയമം എല്ലാ ജാതികൾക്കും നൽകി. ആമേൻ. മോശ ഒരു ജനതയുടെ മാത്രം നേതാവ്, യേശു സകല ജനതയുടെ രക്ഷകൻ. യേശു മോശയേക്കാൾ വലിയവൻ. അങ്ങനാണെങ്കിൽ നിങ്ങൾ പറ, യേശു സകല പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠൻ. ആമേൻ. ഇവരാരും പറയാത്തൊരു ഡയലോഗ് മത്തായി കയറ്റിയടിച്ച് പുള്ളി പറഞ്ഞു, ജെറമിയാവാണെന്ന് ചിലർ പറയുന്നു. എന്തുകൊണ്ട് ജെറമിയാണെന്ന് പറഞ്ഞു? കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ഭാഗം പറഞ്ഞു. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ആലയത്തെ നോക്കിക്കൊണ്ട് അതിന്റെ പടിവാതിൽക്കൽ നിന്ന് ജെറമിയാവ് നിലവിളിക്കുക, കരഞ്ഞുകൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ ആലയം നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയില്ലേ. ഒന്ന് ശ്രദ്ധയോടെ കേട്ടെ. ദൈവത്തിന്റെ പള്ളി നിങ്ങൾ എന്താക്കി? കള്ളന്മാരുടെ ഗുഹയാക്കി. ഈ ഡയലോഗ് യേശു എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഈ വാക്ക് യേശു പറയുന്നുണ്ട്. എന്ത് പറയുന്നു? എൻ്റെ പിതാവിന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ. അത് മാത്രമല്ല, ജെറമിയാവ് പ്രവചിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായിട്ടാണ് ആ മനുഷ്യൻ ദൈവം ശുശ്രൂഷ ചെയ്തത്. കരയുന്ന കണ്ണുകളുമായി നിന്ന് പ്രവചിച്ച പ്രവാചകൻ. യെരൂശലേമിനെ നോക്കി യേശു കരയുന്നുണ്ട്. ഈ നാളുകളിൽ നിന്റെ സമാധാനത്തിനോട് നീ കരുതിയെങ്കിൽ കൊള്ളാമായിരുന്നു. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നിട്ട് പുനരുത്ഥാനമായി യേശു നിലവിളിക്കുന്നുണ്ട്. യേശു കണ്ണീർ വാർത്തു. എന്തിന്? മറിയേയും മാർത്തയും കരയുന്ന കണ്ടിട്ടാണോ? നമ്മൾ കരയും. എന്ത് കണ്ടിട്ട്? ആർക്കെങ്കിലും ഉണ്ടാകുന്ന കഷ്ടം കണ്ടിട്ട് നമ്മൾ സഹതപിച്ച് കരയും. ലാസർ മരിച്ചു, അയ്യോ പാവം. ആ ഗതികേടോർത്തല്ല യേശു കരഞ്ഞത്. സാക്ഷാൽ ജീവനും പുനരുത്ഥാനവുമായവൻ അരികിൽ വന്ന് നിൽക്കുമ്പോഴും മാർത്ത യേശുവിനോട് പറയുക, അതേ കർത്താവേ, എൻ്റെ സഹോദരൻ ജീവിക്കുമെന്ന് ഞാൻ അറിയുന്നു, അന്ത്യനാളിൽ നീ അവനെ പൊക്കിയെടുക്കും. ഇപ്പൊ എഴുന്നേൽപ്പിക്കാൻ വന്നേക്കുന്ന ദൈവപ്രവൃത്തി ഇവിടെ കാലാവസാനത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിച്ചു. ഈ വിവരം കേട്ടതിനെയൊക്കെ കണ്ട കരയാതിരിക്കുമോ? ദൈവം പോലും കരയും. ആമേൻ, ഹല്ലേലൂയ. ഈ നമ്മളിൽ പലർക്കും ഈ ഒത്തിരി വചനത്തിന്റെ അറിവ് കൂടിയതാ ഭയങ്കര വിഷയമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സാധുക്കളായിരിക്കുന്ന മനുഷ്യരോട് എന്ത് പറഞ്ഞാലും അവർ കർത്താവിൽ വിശ്വസിച്ച് അങ്ങ് പിടിക്കും. ആമേൻ. പക്ഷെ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി എത്ര പ്രാർത്ഥിച്ചാലും ഭൂതവും പോവുകയല്ല, സൗഖ്യവും ആകുകയല്ല. കാരണം കത്രമേശയിൽ നിന്ന് പിശാചുക്കളല്ലേ നിങ്ങൾ. എങ്ങനെ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞല്ല, പണ്ട് പിശാചുകളെ ഇപ്പം ഞാൻ കത്രമേശ എടുക്കുന്നത് ഞാൻ ഭൂതം തിരിച്ചു പറഞ്ഞ പാസ്റ്ററോട്, എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അത് കണ്ടിട്ട് ആ ദേവദാസൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, അപ്പച്ചൻ ഇതിനകത്ത് പല ഐറ്റങ്ങളെയും കണ്ടിട്ടുണ്ട്, കത്രുമേശയിൽ നിന്ന് ഭൂതങ്ങൾ പെന്തക്കോസിലുണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇതൊക്കെ ഇതിനകത്തുള്ളതാ. ഹല്ലേലൂയ. അതേ സമയത്ത് ഒരു ഹിന്ദുവോ
ഒരു സാധാരണക്കാരന് ഓടി വരട്ടെ, യേശു നിന്റെ കാര്യം പ്രവർത്തിക്കുന്ന അവൻ ധൈര്യത്തോടെ പോകും, ദൈവപ്രവൃത്തി നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ചേച്ചി പോവാണത് കേട്ടിട്ട്. അപ്പം ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഈ അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ ചോദിക്കും തിരിച്ചങ്ങോട്ട്. സ്തോത്രം. ദൈവമക്കളെ, അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്തയുടെ കയ്യിൽ ഒത്തിരി ഐറ്റം ഉണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് അറിയാം ഇവൻ എന്നിനി ജനിക്കും, ഇവന് എന്നിനിയും ഉയർത്തെഴുന്നേൽക്കും, കർത്താവ് വന്നാലും വലിയ കാര്യം നടക്കാൻ പോകുന്നില്ല. വേണേ ഫോർമാറ്റിക്ക് ഒരു പ്രാർത്ഥന എന്ത് ചെയ്യട്ടെ, നടക്കട്ടെ, വല്ലതും ചെയ്യുന്നെങ്കിൽ ചെയ്തിട്ട് പോട്ടെ. അതേ കർത്താവ്, എനിക്കൊരു കാര്യം അറിയാം, അവസാന നാളിൽ എല്ലാവരെയും നീ ആദാമിനെയൊക്കെ പൊക്കിയെടുക്കുന്നൊരു സമയമുണ്ടല്ലോ, അന്ന് എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ സഹോദരനും എന്ത് ചെയ്യും, എഴുന്നേക്കും. പിന്നെ കുറച്ച് നേരം കരഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, വീട്ടിൽ പോകും. അവിടെ ചെന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം തന്നെ ഒന്നും കഴിക്കാതെ പിന്നെ എന്ത് ചെയ്യും, ചപ്പാത്തിയും കോഴിയൊക്കെ കഴിച്ച് പഴയ പോലെ അങ്ങ് ജീവിക്കും. യേശു പറഞ്ഞു, കുഞ്ഞെ അതല്ല, ഞാൻ ഇപ്പോൾ അവനെ എഴുന്നേൽപ്പിക്കാൻ പോവാം. നിൻ്റെ ജീവിതത്തിൽ കാലാവസാനത്തിൽ നടക്കുമെന്നും നിൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം വിട്ടുപോയിരിക്കുന്ന കാര്യങ്ങളും തൽക്ഷണം ചെയ്യാൻ യേശു മതിയായവനാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ഏത് പ്രവാചകനേക്കാളും യേശു ശ്രേഷ്ഠൻ. കയറിയിരുന്നാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പോൾ പ്രോഫറ്റുകളെ നിരത്തി കാണിച്ചിട്ട് ദൈവവചനം പറയുന്നു യേശു അങ്ങനല്ല. പ്രവാചകർ വലുത്. ഇത് വിശ്വസിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു പ്രോഫറ്റിക്കൽ ചർച്ച ആയതുകൊണ്ട്, അത് ആരെക്കാളും കൂടുതൽ പ്രവചിക്കുന്ന ഒരു ദൈവദാസനായതുകൊണ്ട് എനിക്കിത് പറയാൻ ധൈര്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പ്രവചനമല്ല വലുത്. താങ്ക് യു ജീസസ്. പ്രവാചകനുമല്ല വലുത്. അടുത്തിരിക്കുന്നവർക്കൊന്ന് കൈ കൊടുത്തു പറഞ്ഞേ. അപ്പൊ യേശു ഏലിയാവിനെ പോലാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ എന്നോട് പറയാ, ക്രിസ്റ്റിപ്പാസ്റ്റർ ഏലിയാവിനെ പോലെയാ, ഞാനന്ന് ഞെളിയും. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും ഇത് കേൾക്കുമ്പോൾ. ക്രിസ്റ്റിപ്പാസ്റ്റർ ജെറമിയാവിനെ പോലെയാ. അപ്പം ഞാൻ ചിന്തിക്കും, ഒരാൾക്കെങ്കിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊരു സാക്ഷ്യം കിട്ടിയല്ലോ. അന്നേരം ഒരാൾ പറയാ, പാസ്റ്റർ സ്നാപകയോഹനാനെ പോലെയാ. അത് കേൾക്കുമ്പം പിന്നെ ഞാൻ ഇവിടെങ്ങും അല്ല, ഞാൻ ഇതിനെല്ലാം അപ്പുറത്തേക്ക് അങ്ങ് പോവുക. കാരണം ഇതൊക്കെ ഒരു സാധാരണ മനുഷ്യനായ എനിക്ക് കിട്ടുന്ന വലിയ ക്രെഡിറ്റുകളാ. അപ്പം ഞാൻ നിങ്ങളോട് പറയും, ചെറുതായിട്ടൊക്കെ തള്ള്. പക്ഷെ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും, പൊക്കി അങ്ങ് എയറിലോട്ട് അങ്ങ് കയറ്റും. ഇത് കേട്ടിട്ട് എന്നെ ദയവായിട്ട് നേരിൽ കയറ്റല്ലേ എന്ന് ഓൺലൈനിലിരിക്കുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ നമ്മളെ ഇങ്ങനെ ഉയർത്തി അങ്ങ് വെക്കുമ്പോൾ നമുക്കിത് കേൾക്കുന്ന ഭയങ്കര സന്തോഷമാണ്. സുബിൻ ബ്രദർ റെയ്നാഡ് ബോങ്കയെ പോലെയാണെന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് ഇല്ലേ? ഉണ്ട്. അങ്ങ് ബില്ലി ഗ്രഹാമിനെ പോലെയാന്ന് പറയുമ്പോൾ നിജു പാസ്റ്റർക്ക് എന്തോ ഒരു കോൾമഴിമ കൊള്ളുന്നില്ലേ അല്ലേ? അതിൻ്റെ കാര്യം അതാ പറഞ്ഞത്. പക്ഷെ യേശുവിനെ സംബന്ധിച്ച് യേശു ഈ പ്രവാചകന്മാരെ പോലെയാണെന്ന് പറയുമ്പോൾ അത് യേശുവിന് മഹത്വം അല്ല. അതാ അതിൻ്റെ പ്രത്യേകത. നമുക്കത് ഗ്ലോറിയാണ്, പക്ഷെ യേശുവിനത് ഗ്ലോറി അല്ല. അത് യേശുവിനെ കുറിച്ചുള്ള നമ്മുടെ മനുഷ്യബോധത്തിൻ്റെ പരിമിതിയാണ്. ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടോ? യേശു അദ്ദേഹത്തെ പോലെയാ, ഇദ്ദേഹത്തെ പോലെ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ നമുക്കത് യേശുവിനെ കുറിച്ചുള്ള മനുഷ്യബോധത്തിൻ്റെ പരിമിതിയാണ്. അതായത് യേശുവിനേൽക്കുന്ന അപമാനമല്ലിത്. എന്നാലും മഹാദൈവമായ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കുണ്ടായിരിക്കുന്ന ഉൾബോധ്യത്തിന്റെ പരിമിതി എത്ര ചെറുതാണെന്ന് കാണിക്കുന്നതാണിത്. നീ ഏലിയാവിനെ പോലെയാണ്, നീ സ്നാപകയോഹനാനെ പോലെ, നീ കർത്താവേ ജെറമിയായെ പോലെ, നീ പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ എന്നൊക്കെ പറയുമ്പോൾ നമുക്കതങ്ങനെ ഒരു തെളിവാണ്. നിങ്ങളോട് ഇന്ന് പകലൊരു കാര്യം ഇതിനകത്ത് ചേർത്ത് പറയാനുണ്ട്. നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് വരുന്നവരാണല്ലോ. എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ പണ്ടൊക്കെ ഞാനും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെയും ടി.എൽ. ഓസ്ബോണിനെ പോലെ, ഓറൽ റോബർട്ട്സിനെ പോലെ, എ അലനെ പോലെയൊക്കെ ആക്കണേ. ഒരു ദിവസം ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് മടുത്തിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ശാന്തമായൊരു ചോദ്യം കയറി വന്നു, നീ ആകാൻ താല്പര്യമുണ്ടോ? ഹല്ലേലൂയ. അന്നെനിക്ക് മനസ്സിലായി, ദൈവം ഇനി പണ്ട് കാണാൻ ജീവിച്ചിരുന്ന ഒരാളുടെ ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാക്കാനല്ല നോക്കുന്നേ, ദൈവം ഒരു ജെനുവിൻ പീസിനെ പുറത്തു കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ആരുടെയൊക്കെയോ ഫോട്ടോസ്റ്റാറ്റ് ആകാനല്ല,
ഒരുത്തനും ചെയ്യാത്തൊരു ശുശ്രൂഷ എനിക്ക് തരണം. ഒരുത്തനും അനുകരിക്കാൻ വയ്യാത്ത ഒരു ശൈലി തരണം. ഒരുത്തർക്കും കോപ്പി ചെയ്യാൻ വയ്യാത്ത ഒരു കൃപയിടണം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവരാജ്യത്തിൽ ജെനുവിൻ പീസ് ആകാനായിട്ടൊന്ന് നിന്നേ. ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവർ പോലും നിന്നെ അസൂയോടെ നോക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തൻ്റെ കയ്യിലെ തനതായ ആയുധം, തൻ്റെ കയ്യിലെ സ്വകാര്യമായിരിക്കുന്ന ഒരു ഉപകരണം, ഈ നിലയിൽ ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ വേറൊരാളെ പോലെ ആകുകയല്ല, യേശുവിനെ തനതായി പിതാവ് അവതരിപ്പിച്ചതുപോലെ നിങ്ങളെയും ഈ യുഗത്തിൻ്റെ നടുവിൽ തൻ്റെ മാസ്റ്റർ പീസ് ക്രിയേഷനായി വെളിപ്പെടുത്തുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ പണ്ടെങ്ങോ ജീവിച്ചവർ ഒരു ആവർത്തനമായി തീരാനല്ല. അത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഒരു പ്രോഫറ്റിക്കൽ സ്കൂളിലേക്ക് കയറുക എന്ന് പറയുന്നത്, മറ്റൊരാളെ പോലെ ട്രെയിൻ ചെയ്യപ്പെടുക എന്ന് പറയുന്നത്, നിങ്ങൾ ആ സെയിം ബ്രീഡായി വരും. പക്ഷേ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സ്പെസിഫിക് റോളിൽ അറിയപ്പെടണമെങ്കിൽ നിങ്ങളുടെ A to Z കാര്യങ്ങളും ഹോളി സ്പിരിറ്റ് തന്നെ ലീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങളെ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊതിയുണ്ടോ സഭയെ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ? ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. മറ്റൊരാളുടെ കോപ്പി ആകാനല്ല, വേറൊരാളുടെ പുറകെ പോകാനല്ല, ഇവരുടെ കൈവപ്പേന്ന് പറഞ്ഞ് പോയി ചാകാനല്ല. ഹല്ലേലൂയ. അവിടെ ഉണർവ് നടക്കുന്നു, ഇവിടെ ഉണർവ് നടക്കുന്നു, അതിൻ്റെ പുറകെ പോയി എന്തോ നേടാനല്ല. നിന്നെ എന്തിന് ദൈവം വിളിച്ചു അത് ഏറ്റെടുക്കാൻ. അപ്പോസ്തലന്മാർ ജീവിച്ചിരിക്കുകയാണ് യെരൂശലേമിൽ. പൗലോസിനെ നേരെ ഓടിച്ചില്ല. ഓ പത്രോസിന്റെ ഒരു കൈവപ്പ് ഒന്ന് വെച്ചേ, ഞാൻ പിടിക്കട്ടെ. ഓ യോഹന്നാന്റെ ഒരു കൈവപ്പ് ഉടാരാ ബാബാ. നോ 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 നോ. അവനെ എന്നിൽ വെളിപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് പോയില്ല. ശേഷം അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയില്ല. ഞാൻ ഒരു അറബിയിലേക്ക് പോയി, മരുഭൂമിയിലേക്ക് വേറിട്ട് പോയി. താങ്ക് യു ജീസസ്. എന്നിട്ടോ അവിടെ വെച്ച് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഗലാത്യ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ പൗലോസ് പറയുന്നു, മനുഷ്യരിൽ നിന്ന് അല്ലടാവേ. ഞാൻ എൻ്റെ കയ്യിൽ നിട്ടതാ കേട്ടോ, അങ്ങനല്ല ബൈബിളിൽ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നുമാണ് പൗലോസായ ഞാൻ അപ്പോസ്തലത്വം പ്രാപിച്ചത്. ദൈവം നിന്നെ നീയാക്കി രൂപപ്പെടുത്തുന്ന വഴിയിൽ തല തൊടാൻ ഒരുത്തനില്ലേലും, ഗോഡ് ഫാദർമാരില്ലേലും, ദൈവകരത്തിൽ നീ അജയ്യനായി കയറി വിളങ്ങും. ഒരു വാതിൽ ദൈവം തന്നെ നിനക്ക് വേണ്ടി തുറക്കും. ഈ വിധത്തിൽ കർത്താവിനെ വിശ്വസിക്കാൻ നിങ്ങൾക്കാകട്ടെ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ കർത്താവിൽ നിന്ന് ഏറ്റെടുത്ത് പ്രാപിക്കണം, അതിലങ്ങ് നിലനിൽക്കണം. നമ്മൾ ഈ എല്ലാ ആഴ്ചയിലും വീഴ്ച എന്നെ പ്രോത്സാഹിപ്പിക്കാത്തെ, എല്ലാ ആഴ്ചയിലും തുള്ളലിനെ എന്നെ പ്രോത്സാഹിപ്പിക്കാത്തെ. നീ വീണപ്പോൾ നിനക്ക് കിട്ടിയതും നീ തുള്ളിയപ്പോൾ നീ പ്രാപിച്ചതും ഒന്ന് ഞാൻ കാണട്ടെ, അതൊന്ന് കയറട്ടെ, അതൊന്ന് പെരുകട്ടെ. എല്ലാ ആഴ്ചയിലും പ്രാപിച്ചു. നോ, അതല്ല മിനിസ്ട്രി. ഏറ്റെടുത്തതിൽ വളരുക, ആർജിച്ചതിനെ വെളിപ്പെടുത്തുക. നിന്നിൽ വേറുപാകപ്പെട്ട ക്രിസ്തു അനുഭവത്തിന്റെ റിസൾട്ട്, അതിന്റെ ഫലം കായ്ക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ പുറത്തു വരിക. കുറെ ഉപദേശിമാർക്കിട്ട് കളിപ്പിക്കാൻ പാകത്തിൽ നീ ഒരു കളിപ്പാട്ടമായി നിന്നു കൊടുക്കരുത്. അവര് കൈവെക്കുമ്പോൾ വീഴുന്നു, ഇവര് കൈവെക്കുമ്പോൾ നോ, അതിനെന്നെ കിട്ടത്തില്ലെന്ന് തീരുമാനിക്കണം. കർത്താവിൽ നിന്നുള്ളത് മാത്രം എന്റെ മേൽ വരട്ടെ. ഒരു മനുഷ്യന്റെ ഗൂഢ ലക്ഷ്യത്തിന്റെ അകത്ത് നിന്നും അവൻ എന്തോ പെർഫോം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ചലിക്കാൻ എന്റെ ഉടലിനെയും എന്റെ വ്യക്തിത്വത്തെയും ഞാൻ ഒരുത്തരും അടിമ വെക്കത്തില്ലെന്ന് ഒരു ദൈവ പൈതലായി നിങ്ങൾ തീരുമാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ആത്മാവിന്റെ ചലനത്തിന് വിധേയപ്പെടാനും യാഥാർത്ഥ്യമായി കർത്താവിൽ നിന്ന് തന്നെ വരുന്നതിന് ഏൽപ്പിച്ചു കൊടുക്കാനുമുള്ള ഒരു സമർപ്പണവും നിങ്ങളുടെ മേലുണ്ടായിരിക്കണം. ആത്മാക്കളെ വിവേചിക്കണം. ഇതേത് സോഴ്സിൽ നിന്ന് വരുന്നു, ഇതേത് തലത്തിൽ നിന്ന് വരുന്നു, അത് കൃത്യമായി കാണാനും തിരിച്ചറിയാനുമുള്ള ഒരു ഉൾബോധം സഭയ്ക്ക് വേണം.
പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ഒരു 3-4 ദിവസത്തിന് പുറകെ ഒരാൾ സംസാരിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഇപ്പം എന്താ ബന്ധനത്തെക്കുറിച്ച് അധികം പറയാത്തെ? ഞാൻ പറഞ്ഞു, ബന്ധനങ്ങളെല്ലാം അഴിച്ചു, ബന്ധനങ്ങളെല്ലാം അഴിച്ചു, ഇപ്പം ഇല്ല, അതുകൊണ്ടാ പറയാത്തെ. ഇല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. എല്ലാ ഭൂതത്തെയും പുറത്താക്കിയോ? പുറത്താക്കി. കള പറിച്ചു, കളം വെളിപ്പാക്കി, ഇപ്പൊ വിത്തിറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ വർഷം വിളവെടുക്കും, വിളവെടുത്തിരിക്കും. അത് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളായ നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്ത് ശക്തമായി പ്രയോജനപ്പെടുന്ന കാഴ്ചയായിരിക്കും. അതങ്ങനെ തന്നെയാണ്. നമ്മുടെ സഭ ഒത്തിരി മുന്നോട്ട് വന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഒരുപാട് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ആദ്യ പാഠത്തിൽ പോയിരുന്ന് കാക്കാക്കിക്ക് പഠിക്കാൻ തൽക്കാലം നേരമില്ല. സ്തോത്രം. ആദ്യ പാഠത്തിൽ പോയിരുന്ന് എഞ്ചുപടി തുറന്നുകൊണ്ടിരിക്കാൻ ഇനി പറ്റത്തില്ല. കട്ടിയായിട്ടുള്ളതിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ക്രിസ്തു വെളിപ്പാടിന്റെ മഹിമയ്ക്കകത്തേക്ക് ദൈവസഭ അതിന്റെ ജൈത്രയാത്രയുടെ പല ഏടുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നെങ്കിൽ ആ 2 കരവും ഒന്ന് ഉയർത്തി കാണിച്ചേ. തുടർമാനമായി സഭയിൽ ഈ ആരാധനയിൽ പങ്കുചേരുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവ മക്കൾക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രൈസ് ഗാഡ്. അപ്പൊ യേശുവിനെ കുറിച്ച്, യേശു ഒരു പ്രവാചകൻ മാത്രമല്ല, അല്ലെങ്കിൽ പ്രവാചകനെ പോലെ എന്ന് പറയുന്നത് യേശുവിന് മഹത്വമല്ലത്. യേശുവിനെ കുറിച്ചുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടിന്റെ പരിമിതിയാണത്. പ്രവാചക തലത്തിലൊരു തെറ്റിദ്ധാരണയാണത്. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു, യേശു മോശയെ പോലാണെന്ന് പറയുന്നത്, യേശു ഏലിയാവിനെ പോലാണെന്ന് പറയുന്നത് തെറ്റാണ്. യേശു ഏലിയാവിനേക്കാൾ ശ്രേഷ്ഠനാണ്. യേശു മോശയേക്കാൾ വലിയവനാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം നിങ്ങൾ വായിക്കണം. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശു ദൈവഭവനത്തിൽ താൻ ഏൽപ്പിക്കപ്പെട്ടതിലൊക്കെയും വിശ്വസ്തനായിരിക്കുന്നു. മോശ ദാസനായിരുന്നു, യേശു കുടുംബത്തിലെ പുത്രനായിരുന്നു. യേശു മോശയേക്കാൾ ശ്രേഷ്ഠൻ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ആരാ പ്രവാചകൻ? പ്രവാചകൻ ദൈവവചനം പ്രസംഗിക്കുന്നവനാണ്. ഹലോ, ആരാ പ്രവാചകൻ? ദൈവത്തിന്റെ വചനം അറിയിക്കുന്നവൻ. ആരാ? യേശു, റിയൽ വേർഡ് ഓഫ് ഗാഡ്. പ്രവാചകർ ആരെ അറിയിക്കുന്നു? അവർ അറിയിച്ച ആളാണ് ഈ വന്ന് നിൽക്കുന്നത്. യേശു പ്രവാചകന്മാരെക്കാൾ വലിയവൻ. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, യേശു പ്രവാചകന്മാരെക്കാൾ. ആമേൻ. അപ്പോൾ യേശു കേവലം ഒരു പ്രവാചകനാണെന്ന് പറയുമ്പോൾ പ്രവാചകൻ എന്താ പറയാനുള്ളത്? ദൈവത്തിന്റെ വചനം. ആമേൻ, ഹല്ലേലൂയ. പ്രവാചകൻ എന്താ ദൈവദാസനെ പറയാനുള്ളത്? ദൈവത്തിന്റെ വചനം. ആരാ ദൈവത്തിന്റെ വചനം? ജീസസ്, യേശു. അങ്ങനെയാണെങ്കിൽ പ്രവാചകർ എന്താ ചെയ്തത്? യേശുവിനെ കുറിച്ച് പറയുക മാത്രമാ. അവർക്കൊരിക്കലും യേശു ആകാൻ പറ്റില്ല, അവർക്കൊരിക്കലും ജീസസ് ആകാൻ പറ്റില്ല. പക്ഷെ യേശു ആരാണ്? പ്രവാചകൻ ആരെക്കുറിച്ച് പറഞ്ഞോ യേശു ആ വ്യക്തിയാ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയുള്ള യേശുവിനെ വെറും ഒരു പ്രവാചകൻ മാത്രമായി ചെറുതാക്കരുതെന്നേ പറഞ്ഞുള്ളൂ. ഈ ക്രിസ്തുവിന്റെ മഹത്വം വലുതായി കാണണം. നിങ്ങളിപ്പോഴും ആ പ്രോഫറ്റ് കാറ്റഗറിയിൽ മാത്രമായി ഒതുങ്ങി നിന്നുകൊണ്ട് ഇവിടെ യേശു ഉണ്ടോ, യേശു ഉണ്ടോ? നോ, നിങ്ങൾ ആ വേഡിലേക്ക് കയറുക. പ്രൊഫസിയിൽ നിന്ന് ലോഗോസിലേക്ക്, റിയൽ റെമാറ്റോസിലേക്ക് കയറി യേശുവിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ആ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒരു സ്വഭാവത്തിൽ ദൈവത്വവും മനുഷ്യത്വവും ഒന്നിച്ചു ചേർന്ന യേശു. ആമേൻ. ഇനിയും അതിന്റെ 16-ാമത്തെ വചനം വായിച്ചേ, 16:16. ഇപ്പൊ നമുക്ക് മനസ്സിലായി യേശു പ്രവാചകനല്ല. സിസ്റ്ററെ, യേശു പ്രവാചകനല്ല. അപ്പൊ പിന്നെ യേശു ആരാണ്? വായിക്കാം 16:16. മൈക്ക് കൊടുത്തേ സാറേ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. ഈ ഉത്തരം ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. അതായത് നീ പ്രവാചകനല്ല, സഭയുടെ സാക്ഷ്യമാണിത്. എൻ്റെ യേശു വെറും ഒരു പ്രവാചകനല്ല.
എൻ്റെ യേശു ഏലിയാവ്, മോശ, ദാവീദ്, അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരുടെ ഒന്നും ഗണത്തിൽപ്പെട്ട ആളല്ല. ആരാ യേശു? അവരൊക്കെ ദാസന്മാരായിരുന്നു. പക്ഷെ യേശു ആര്? അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു. അതായത് 16-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, അങ്ങ് ഏലിയാവാണ്, അങ്ങ് സ്നാപക യോഹന്നാനാണ്, അങ്ങ് ജെറമ്യാവാണ്. ഇതൊക്കെ ലോകത്തിന്റെ കാഴ്ചപ്പാടാണ് യേശുവിനെ കുറിച്ചുള്ളത്. യേശു വിപ്ലവകാരിയാണ്, യേശു ചരിത്ര പുരുഷനാണ്, യേശു കലഹിക്കുന്ന വ്യക്തിയാണ്, യേശു അഹിംസയുടെ ആചാര്യനാണ്, യേശു ഒരു സ്വാത്വികനാണ്. കുറച്ചു പേര് യേശു ഒരു യോഗാചാര്യനാണെന്ന് പോലും പറഞ്ഞു. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പൊ പത്രങ്ങളിലൊക്കെ. ശരി, ഇതൊക്കെ യേശുവിനെ കുറിച്ചുള്ള സമൂഹത്തിന്റെ വേറുടെ കാഴ്ചപ്പാടുകൾ. പക്ഷേ സഭ ആരാധിക്കുന്ന യേശു നിങ്ങൾ പറഞ്ഞ യേശുവിനെ അല്ല. അതിനേക്കാൾ അതീതമായിരിക്കുന്ന ഒരു വെളിപ്പാടിന്റെ കാഴ്ച ദൈവസഭയ്ക്കുണ്ട്. എന്താണ് ആ കാഴ്ച? യേശു ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷാൽ പുത്രനാണ്. ആമേൻ. ഈ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ എന്നെ വെള്ളം കുടിപ്പിക്കാൻ നേരമായോ? ഇത് സഭയുടെ വായനയാണ്. അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. അതായത് വ്യക്തിഗതമായ കാഴ്ചപ്പാടുകളിലൂടെയോ സ്വതന്ത്രമായിരിക്കുന്ന അന്വേഷണങ്ങളിലൂടെയോ മാത്രമല്ല, സാമൂഹിക കാഴ്ചപ്പാടിലല്ല, ദൈവിക വെളിപ്പാടിനാൽ ഹൃദയം തുറക്കപ്പെട്ട് കാണുന്ന ഒരു മനുഷ്യനെ പോലെ യേശുവിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു യേശു ആരാണ്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ആമേൻ. ചുരുക്കി പറഞ്ഞാൽ സഭയ്ക്ക് പറയാനുള്ള കാര്യം ഇതാണ്: നീ പ്രവാചകന്മാരാൽ അറിയപ്പെട്ടവൻ മാത്രമല്ല, അങ്ങ് പ്രവാചകന്മാരാൽ അറിയപ്പെട്ടവൻ മാത്രമല്ല, പിന്നെയോ ഈ പ്രവാചകന്മാരെ ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചവനാണ്. അങ്ങ് വെറും പ്രവാചകനല്ല. പ്രവാചകന്മാർ ദൂത് പറയാൻ, അങ്ങയെക്കുറിച്ച് ദൂത് പറയാൻ വന്നു, ഞങ്ങളത് അറിയുന്നു കർത്താവേ. പക്ഷെ അങ്ങ് സാക്ഷാൽ പ്രവാചകന്മാരെ മെസ്സേജുമായിട്ട് ഞങ്ങളുടെ നടുവിലേക്ക് അയച്ച സാക്ഷാൽ മെസ്സിഹയാണ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങാണ് സാക്ഷാൽ മിശിഹ. അവരൊക്കെ മിശിഹയെ കുറിച്ച് മെസ്സേജ് പറയാൻ വന്ന മെസ്സഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷേ അവരെയൊക്കെയും ഞങ്ങളുടെ നടുവിലേക്ക് അയച്ച സാക്ഷാൽ യജമാനൻ, സാക്ഷാൽ സത്ത, സാക്ഷാൽ മിശിഹ, അതിന്റെ കർത്താവായ യേശുവാണ്. ഒരു സ്തോത്രം പറയണം. ആമേൻ. താങ്ക് യു ജീസസ്. പ്രവാചകനെ നമ്മൾ അംഗീകരിക്കുന്നു, പ്രവചനങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു, പ്രവചന ശുശ്രൂഷകളെ നമ്മൾ കൈക്കൊള്ളുന്നു. പക്ഷെ നമ്മളതിനെ ആരാധിക്കുന്നില്ല. നിങ്ങൾ ആരും എൻ്റെ ഫാൻസ് ആകണ്ട, നിങ്ങൾ യേശുവിനെ അങ്ങ് പിന്തുടർന്നാൽ മതി. നമ്മൾ പ്രവാചകന്മാരെ അംഗീകരിക്കുന്നു. പക്ഷെ പ്രവാചകന്മാർ അംഗീകരിക്കപ്പെടുമ്പോൾ യേശു ആരാധിക്കപ്പെടുന്നു. അതാണ് യേശുവിന്റെ ശ്രേഷ്ഠത. പ്രവാചകന്മാർ അംഗീകരിക്കപ്പെടുന്നു, നമ്മുടെ കർത്താവായ യേശു ആരാധിക്കപ്പെടുന്നു. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, പ്രവാചകന്മാർ അംഗീകരിക്കപ്പെടട്ടെ, പക്ഷെ എൻ്റെ യേശു ഒന്ന് ആരാധിക്കപ്പെടും. പ്രവാചകന്മാർ അഭിനന്ദിക്കപ്പെടട്ടെ, പക്ഷെ എൻ്റെ യേശു മാത്രം വാഴ്ത്തപ്പെടും. പ്രവാചകന്മാർക്ക് മെസ്സേജ് ഉണ്ട്, പക്ഷെ പ്രവാചകന്മാരുടെ മെസ്സേജ് ആണ് എൻ്റെ യേശു. പ്രവാചകന്മാർക്ക് ആലോചനയുണ്ട്, ആ ആലോചനയുമായി അവരെ അയച്ചു തന്നെ കർത്താവായ യേശുവാണ്. യേശു പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ. പ്രവാചകന്മാർ സത്യത്തെക്കുറിച്ച് സംസാരിച്ചു, യേശു സാക്ഷാൽ ദൈവമായി നമ്മളോട് സംസാരിക്കുന്നു. ആമേൻ. എബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, പ്രവാചകന്മാർ ഭാഗം ഭാഗമായി വെളിപ്പെടുത്തി, ഇച്ചിരിച്ചിരെ. ആമേൻ. ചുരുക്കി പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ആന്റിയോട് ഞാനൊരു ദൂത് പറയുക, അതെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ദീപം ഒരുക്കി വെച്ചിരിക്കുന്നു. ആമേൻ. അപ്പം ഈ സഹോദരിക്ക് മനസ്സിലാകും ദൈവം എൻ്റെ മുമ്പിൽ എന്തൊരുക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് വേണ്ടി ഒരു സംഗതി ഒരുക്കിയിട്ടുണ്ട്. ഞാനിത് പറയും. വേറെ ഒരു ദേവദാസനാണ്, പുള്ളി ഇങ്ങനെ പറയും, ഒരു ദീപം കാണുന്നുണ്ട്, പക്ഷെ ഇച്ചിരി കഷ്ടപ്പാടാ. നീ കൂരിരുട്ടിലൂടെ പോകും, അന്ധകാരത്തിൽ കൂടെ ചെന്നേ, രണ്ടും ഒരേ സാധനമാണ്.
ഒരേ കാഴ്ചപ്പാടിൻ്റെ രണ്ട് വിശദീകരണങ്ങൾ. നമ്മൾ പറയും ഇരുട്ടാനും പേടിക്കണ്ട, വിളിച്ചോണ്ട് പോയിരുത്തോളാൻ പറയും. താങ്ക് യു ജീസസ്. ഇത് അവതരിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ വ്യത്യസ്തതയാണ്. ഒരേ കാഴ്ചപ്പാട് രണ്ട് വിധത്തിലാണ് കാണുന്നത്. ഒരു ദീപത്തെയാണ് പ്രവാചകന്മാർ ചൂണ്ടിക്കാട്ടിയത്, പക്ഷെ അവരാരും ദീപമായിരുന്നില്ല, ആ വെളിച്ചം യേശു ആയിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞേ, ആമേൻ. അവർ ഭാഗം ഭാഗമായി വെളിപ്പെടുത്തി, പക്ഷെ യേശു ആരാണ്? ഒന്ന് വായിച്ചേ. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം. എബ്രായ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച പാസ്റ്ററെ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ മതി. ഒരാൾ പറഞ്ഞു, നോക്കൂ, ഒരു വലിയ പുക പൊങ്ങുന്നു, ഒരു വലിയ കാർമേഘം കയറുന്നു. അല്പനേരം കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല, ആ കാർമേഘം ഒരു പുകപടലമാണ്. മൂന്നാമത് വന്നയാൾ പറഞ്ഞു, അതിൻ്റെ അറ്റത്തൊരു കമ്പുണ്ട്. ആരോ ഒരു വലിയ കമ്പ് കത്തിച്ച് ഉയർത്തി കാണിക്കുന്നു. അതിൻ്റെ പിന്നെ വന്നയാൾ പറഞ്ഞു, അതിനൊരു പ്രതലമുണ്ട്. പുറകെ വന്നയാൾ പറഞ്ഞു, അല്ല, അതിന് വലിയ വലിപ്പമുണ്ട്. കുറെ ദൂരം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന മാത്രയിൽ അവസാനം വന്നയാൾ പറഞ്ഞു, നമ്മൾ കണ്ടതൊരു കപ്പലായിരുന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? യേശു വന്നിട്ട് പറഞ്ഞു, കയറിക്കോളൂ, ദൂരെ നിന്ന് കാണണ്ട, ഈ കപ്പലിൽ നിങ്ങളെ ഞാൻ യാത്ര കൊണ്ടുപോവുകയാണ്. ഇതാണ് പഴയ നിയമവും പുതു നിയമവും തമ്മിലെ വ്യത്യാസം. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭാഗം ഭാഗമായി പറഞ്ഞു. ആരെക്കുറിച്ച്? ദൈവത്തെക്കുറിച്ച്. യേശു വന്നിട്ട് ആ ദൈവത്തെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വിവരിച്ച് കാണിച്ചു. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ പ്രവാചകരെ ആരാധിക്കുന്നില്ല, പക്ഷേ യേശുവിനെ ആരാധിക്കുന്നു. ആമേൻ. ചുരുക്കത്തിൽ യേശുവിനെ പ്രവാചകനായി കാണുന്നത് തെറ്റല്ല, പക്ഷേ അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന സമ്പൂർണ്ണ മഹത്വമല്ല. അവൻ്റെ ദൈവത്വത്തെ മറക്കുന്നതാണ്. അത് മറക്കാൻ പാടുള്ളതല്ല. സഭ യേശുവിനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലല്ല, പ്രവാചകന്മാരുടെ കർത്താവായി ആരാധിക്കുന്നു. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ, സഭ യേശുവിനെ. എല്ലാവരും പറഞ്ഞ, സഭ യേശുവിനെ പ്രവാചകനായി കാണുന്നില്ല, പ്രവാചകനായി മാത്രം കാണുന്നില്ല, പ്രവാചകന്മാരുടെ കർത്താവായി ആരാധിക്കുന്നു. ഈ വെളിപ്പാട് പത്രോസിന് കിട്ടി. യേശു ഒരു സാധാരണ മനുഷ്യന്മാരെ പോലൊരു മനുഷ്യനോ, സാധാരണ ദൈവദാസന്മാരെ പോലൊരു ദൈവദാസനോ, ശക്തരായ പ്രവാചകന്മാരെ പോലൊരു പ്രവാചകനോ മാത്രമല്ല. അങ്ങനെ താൻ ഒതുങ്ങുന്നില്ല. അതിനതീതമായിരിക്കുന്ന ഒരു ശ്രേഷ്ഠത യേശുവിനുണ്ട്. ഈ കാര്യം പത്രോസ് മനസ്സിലാക്കി. എന്നിട്ട് പീറ്റർ യേശുവിനോട് പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. 16:16. ഉടനെ യേശു പറഞ്ഞു, ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ആർക്കാ ഭാഗ്യം? യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുന്നതാണ് ഭാഗ്യം. യേശു ആരാന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഭാഗ്യം. ആ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ യേശുവായി, ദൈവമായി, പൂർണ്ണമായ ദൈവത്വത്തിൽ, കേവല മാനവികതയല്ല, പരിപൂർണ ദൈവത്വത്തിൽ യേശുവിനെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആമേൻ. ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ. അടുത്ത വാക്ക്, ജഡരക്തങ്ങൾ, ഭൂമിയിലുള്ള ഏതോ സാഹിത്യകാരനോ ചരിത്രകാരനോ തിയോളജിയനോ അല്ല നിനക്കത് വെളിപ്പെടുത്തിയത്. നിനക്കത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. ആമേൻ. ദൈവത്തിൽ നിന്നുള്ളൊരു വെളിപ്പാടായിട്ട് യേശുവിനെ കിട്ടിയാൽ, കേവലം വായിച്ചറിഞ്ഞ അറിവിനതീതമായി യേശു ഒരു വെളിപ്പാടായി ഉള്ളിൽ കയറിയാൽ അത് സഭയായി തീരും. ആമേൻ. ആ വ്യക്തി സഭയായി തീരും. ആമേൻ. ഒരു ചർച്ചിൽ വരുന്ന എല്ലാവരും ചർച്ചിൽ നിൽക്കുകയല്ല, ഒരു കൂട്ടായ്മയ്ക്ക് വരുന്ന എല്ലാവരും സ്വർഗത്തിൽ പോവുകയല്ല. ഇന്ന് ഈ വന്നേക്കുന്ന എല്ലാവരും പോവുമോ? പോവുകയല്ല. ഷൂന്ന് പോവുകയല്ല. അത് കാര്യമായിട്ട് പറഞ്ഞാൽ പോവുകയല്ല. സത്യം പറഞ്ഞാ പോകത്തില്ല. അതിൻ്റെ കാരണം എന്നാ? അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. യേശുവിനെ അറിഞ്ഞെന്നും പറഞ്ഞ ആരും പോവുകയല്ല. ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടിയാലേ നീ സഭയാവുള്ളൂ.
റിവീൽ ചെയ്ത് കിട്ടണം, വെളിപ്പെട്ട് കിട്ടണം. യേശുവിൽ നല്ല ദാനങ്ങളും കിട്ടും. സൗഖ്യം കിട്ടും, അപ്പം കിട്ടും, വീട് കിട്ടും, വണ്ടി കിട്ടും, കല്യാണം നടക്കും, സമ്പത്ത് കിട്ടും, അഭിഷേകം കിട്ടും, എല്ലാം കിട്ടും. കിട്ടും 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 കിട്ടും. ഈ കിട്ടല് മാത്രമല്ല, കിട്ടി കിട്ടി എന്ന് പറയുന്നതുമല്ല, അതിനതീതമായിട്ട് യേശുവിനൊരു ഗ്ലോറി ഉണ്ട്. നീ യേശുവിനെ നേടിയോ? യേശുവിന് കിട്ടി, നീ യേശുവിനെ നേടിയോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ വിശക്കുമ്പോൾ മാത്രം കരഞ്ഞ് മുല കുടിക്കാൻ കയറുന്ന കുഞ്ഞായിട്ട് നിൽക്കാതെ നീ കുറച്ച് ദിവസം അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച്. ഒന്നുമല്ല, നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പെറ്റതല്ലേ. കാര്യം മനസ്സിലായോ? ഈ ദാനത്തിനു വേണ്ടി മാത്രം മാറിടത്തിലേക്ക് ചെല്ലാതെ സ്നേഹത്തോട് അമ്മയും കൂടി ഒന്ന് ചേർത്ത് പിടിച്ചേ. ദാനങ്ങളുടെ പേരിൽ മാത്രം കർത്താവിൻ്റെ പുറകെ നിൽക്കാതെ അവനാണ് ഏറ്റവും വലിയ സമ്മാനമെന്നൊന്ന് കാണുമ്പോഴാണ് വെളിപ്പാടായി തീരുന്നത്, യേശുവായി നമുക്ക് തീരുന്നത്. ആമേൻ. ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ആമേൻ. അത് കിട്ടിയവനോട് യേശു പറഞ്ഞു, ഇത് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതല്ല, ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന സാധനമല്ല, ഇത് ഉയരത്തിൽ നിന്ന് കിട്ടുന്നതാ. ഇതിന്റെ ഉത്ഭവ കേന്ദ്രം സ്വർഗവാ. ഉയരത്തിൽ നിന്ന് കിട്ടിയിട്ടല്ലാതെ ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് വെളിപ്പെടുത്തി തരുന്ന സ്വർഗസ്ഥനായ പിതാവാണ്. ആമേൻ. എന്നിട്ട് പറഞ്ഞു, നീ ഭാഗ്യവാനാണ്. ബർ യോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? പത്രോസേ നീ പറഞ്ഞില്ല. പത്രോസേ നീ പാറയാണെന്ന് യേശു വാ കൊണ്ട് പറഞ്ഞിട്ടില്ല. സഭയുടെ അടിസ്ഥാന ശില പത്രോസ് അല്ല താനും. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ സഭയുടെ അടിസ്ഥാനം പത്രോസ് സ്ലീഹായ അല്ല, പത്രോസിന്റെ സിംഹാസനവുമല്ല. നമ്മുടെ സഭയുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. എന്താ ഇതിന്റെ പ്രത്യേകത, വ്യത്യസ്തത? പത്രോസിനോട് എന്താ പറഞ്ഞത്? നീ പെട്രോസ്, നീ കേഫയാകുന്നു. കേഫ, പെട്ര, പെട്രോസ്. കേഫ എന്ന് പറഞ്ഞാൽ കല്ല്. കല്ലില്ലേ, കല്ല്. മാങ്ങ എറിയുന്ന കല്ല്, കിളിയ എറിയുന്ന കല്ല്, ദാവീദ് ഗോലിയാത്തിനെ എറിഞ്ഞ കല്ല്. കല്ല് കഷ്ണം. പാറയാരാ? അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. പാറയാരാ? യേശു ക്രിസ്തു. പത്രോസ് എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ടില്ല, പത്രോസ് എനിക്ക് വേണ്ടി അടികൊണ്ടില്ല, പത്രോസിന്റെ ശാപം എടുത്തില്ല, പത്രോസ് എൻ്റെ രോഗം വഹിച്ചില്ല, പത്രോസ് എൻ്റെ ദുരിതത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ടൊരു പാറയുണ്ട്. എനിക്ക് വേണ്ടി യുഗങ്ങൾക്ക് മുമ്പ് വേദന സഹിച്ചൊരു പാറയുണ്ട്. ആ പാറയുടെ പ്രത്യേകത, അതിൽ ജീവനുള്ള പാറയായി. ആ പാറ പിളർന്നപ്പോൾ അതിൽ നിന്ന് രക്തമൊഴുകി, ആ പാറയ്ക്കകത്തുനിന്ന് ജലമൊഴുകി. ആ പാറ നിശ്ചലമായ പാറയല്ല, അത് ചലിക്കുന്ന പാറയാണ്. മോനെ, നിനക്കറിയാവോ പാരിൽ പാർക്കും മൽപ്പായസം എന്നുള്ള പാട്ട്? ഒന്ന് പാടിക്കേ. പാർക്കുമൽപായുസിൽ ഭാരങ്ങൾ വഹിച്ചിടും കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ.
എനിക്കായി പിളർന്ന പാറമേ. ഒന്നുകൂടെ പാടുക. ഞാനൻ പാദങ്ങൾ വെച്ചിടും, ഞാനൻ പാദങ്ങൾ വെച്ചിടും, നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി. പിളർന്ന പാറമേ. ഒന്നുകൂടെ വാക്ക് പാടുകേ. ഞാനൻ പാദങ്ങൾ വെച്ചിടും, താങ്ക് യു ജീസസ്. നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ, എനിക്കായി പിളർന്ന പാറമേ. മതി. താങ്ക് യു ജീസസ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. ആ പാറ ഞാനാണ്. പത്രോസ് ലിഹായെ, അങ്ങാണോ പാറ? അല്ല. അതിൻ്റെ ഉത്തരം പത്രോസ് തന്നെ പറഞ്ഞു. അത് വായിച്ച് കേൾപ്പിച്ച് 1 പത്രോസ് 2:4 മുതൽ 10 വരെ. മനുഷ്യർ തള്ളിയതെങ്കിലും മനുഷ്യർ തള്ളിയ കല്ല് ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ശ്രേഷ്ഠമായ മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്. ആരുടെ അടുക്കൽ? യേശുവിന്റെ അടുക്കൽ. നമ്മൾ പാറയാന്ന് പറയുന്ന പത്രോസ് പറഞ്ഞു, ഞാനല്ല പാറ. മനുഷ്യർ തള്ളിയതും പക്ഷെ ദൈവസന്നിധിയിൽ മാന്യവും ശ്രേഷ്ഠവുമായ കല്ല് കർത്താവായ യേശുവാണ്. ആ പാറമേൽ സഭ പണിയപ്പെട്ടിരിക്കുന്നതിനാലാണ് അതിനെ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തത്. മാനുഷികമെങ്കിൽ അത് തകർന്നു പോകുമായിരുന്നു. ക്രിസ്തുവിൽ അത് ആത്മീകമായതിനാൽ അത് നിലനിൽക്കുന്നു. അപ്പോൾ കല്ല് അത് മരിച്ച ശിലയല്ല, അത് ജീവൻ നൽകുന്ന ക്രിസ്തുവാണ്. അവൻ കല്ലാണ്. യേശു ജീവനുള്ള കല്ലാണ്. പക്ഷേ അവൻ പാറ പോലെ മൗനം ഉള്ളവനല്ല. അവൻ ജീവിക്കുന്നു. അവനിൽ ചേരുന്നവരും ജീവിക്കുന്നു. യേശു ദേവാലയത്തിൻ്റെ ഒരു കല്ലല്ല, ദേവാലയത്തിൻ്റെ ജീവൻ തന്നെയാണ്. സഭയുടെ ജീവൻ ആരാണ്? ക്രിസ്തുവാണ്. അവനിൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരുന്നു. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ആരാണ്? നമ്മൾ ഓരോരുത്തരും കല്ലുകളാണ്. യേശു ആരാണ്? അടിസ്ഥാനശില. കഴിഞ്ഞ സൺഡേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞത് ഇതാണ്: യേശുവാണ് മൂലക്കല്ല്. അടിസ്ഥാനശില ആരാണ്? യേശുവാണ്. അതിൻ്റെ മീതെ ചെറുകല്ലുകൾ ചേർത്ത് പണിയുന്നു. ഈ കയ്യാല കെട്ടുന്നത് കണ്ടിട്ടുണ്ടോ പ്രവീണ സിസ്റ്ററെ? കണ്ടിട്ടുണ്ട്? അറിയാവോ? കല്ലുകെട്ടറിയാവോ? ഇവിടെ കല്ലുകെട്ടിൻ്റെ പണിയുള്ള ചേട്ടന്മാരിൽ ആരെങ്കിലും ഉണ്ടോ? ബ്രദറിനറിയാം. കല്ല് കെട്ടുമ്പോൾ നന്നായിട്ട് ഇടിഞ്ഞു പോകാതൊക്കെ ഇരിക്കണം എന്നുള്ള നിലയിൽ നന്നായിട്ടാണ് കെട്ടുന്നതെങ്കിൽ അടിസ്ഥാന ശില വെച്ചിട്ട് ആ കല്ലിൻ്റെ ചേർത്ത് ചീളുകല്ല് വെച്ചിട്ട് നമ്മൾ അടുത്ത കല്ല് വെക്കുന്നതിന് മുമ്പ് അതിനകത്തൊരു സാധനം ഇടും. അതിൻ്റെ പേരാണ് ചാന്ത്. സിമെൻറ്റും മണലും വെള്ളവും കൂടെ ചേർത്തുണ്ടാക്കിക്കുന്ന ഒരു മിശ്രിതം. അതിട്ടിട്ടാണ് അടുത്ത കല്ലെടുത്ത് എന്ത് ചെയ്യുന്നത്? വെക്കുന്നത്. അങ്ങനെ വെച്ചാലുള്ള ഗുണം, കുറച്ച് ദിവസം കൊണ്ട് ഈ കല്ലും സിമെൻറ്റും ഒന്നാവും. കേൾക്കുന്നുണ്ടോ? പിന്നെ കല്ലേതാ, അപ്പുറത്തെ കല്ലേതാ, ആധാരശില ഏതാന്ന് കാണാൻ പറ്റുകയില്ല. ഇതിനെ ഈ മിശ്രിതം എന്ത് ചെയ്യും? ചേർത്ത് വെക്കും. എന്നിട്ട് ഇതങ്ങ് പൊതിയും. നമ്മളതിനെ തേക്കുക, പ്ലാസ്റ്റർ ചെയ്യുക എന്ന് പറയും. അങ്ങനെ പൊതിഞ്ഞു കഴിയുമ്പോൾ ഈ കല്ലുകെട്ടിനകത്ത് വലിയ കല്ലിനോട് കൂടെ പണിയപ്പെട്ടിരിക്കുന്ന ചെറു കല്ലുകൾ ചേർന്ന് ഇതൊരു ഏകശില പോലെയാവും. യേശു ക്രിസ്തു ആധാരശില. നിങ്ങൾ ഓരോരുത്തരും ചെറു കല്ലുകൾ. യേശു ക്രിസ്തു എന്ന ഈ വലിയ കല്ലിനോട് നിങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ അതിനിടയിലിടുന്ന മിശ്രിതത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതിനിടയിൽ ചേർക്കപ്പെടുന്ന മിശ്രിതമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിൽ ദൈവത്തിന് നിവാസമാകേണ്ടതിന് നിങ്ങളെയും ചേർത്ത് പണിയുന്നു.
ഫൗണ്ടേഷൻ ജീസസ്. അതിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനം, അതിനോട് ചേർത്ത് നിങ്ങളെയും ചേർത്ത് പണിയുമ്പോൾ ആത്മാവിൽ നിങ്ങൾ ദൈവത്തിന്റെ നിവാസമായി തീരുവാൻ, ദൈവ മന്ദിരമായി, ക്രിസ്തുവിൽ ഏകശിലയായി നിങ്ങളും രൂപപ്പെടുകയാണ്. സിമന്റ് പോലെ, സിമന്റ് മിശ്രിതം പോലെ യേശുവിനോടുകൂടെ സഭയെയും ചേർക്കുന്ന ആ പദ്ധതിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. എന്തിനാ ദൈവാത്മാവ് നമ്മുടെ മേൽ വന്നത്? അന്യഭാഷ പറയാനല്ല. എന്തിനാ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത്? പ്രവചിക്കാനല്ല. എന്തിനാ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത്? വെറുതെ ചാടിക്കാനോ തുള്ളിക്കാനോ അല്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നത് യേശുവിൽ നമ്മെ ഉറപ്പിക്കാനാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാതെ ഉറപ്പിക്കാൻ. കഴിഞ്ഞ ഞായറാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ഇന്നത്തെയും ദൂത് ഞാൻ മിക്സ് ചെയ്തൊറ്റ വാക്കിൽ പറയാം. ഒരു മനുഷ്യൻ വീട് പണിതു, പാറമേൽ അടിസ്ഥാനമിട്ട വീട്. കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, പെരുമഴ പെയ്തു, ആ ഭവനം വീണില്ല. കാരണം അത് പാറമേൽ പണിയപ്പെട്ട മന്ദിരമായിരുന്നു. എന്റെ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്ന ഏവരും പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. Praise the Lord. Praise the Lord. കഴിഞ്ഞ 3 ആഴ്ചകളിലെ സന്ദേശങ്ങൾ ഒരൊറ്റ ക്ലൈമാക്സിലേക്കാണ് ദൈവാത്മാവ് കൊണ്ടുവരുന്നത്. നിന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി നിന്നെ അടർത്തി മാറ്റി വെക്കുക എന്നുള്ളതല്ല, നിന്നെ എന്റെ നെഞ്ചിൽ പണിത് വലുതാക്കുക എന്നതാണ്. നിന്നെ മാറ്റുക എന്നുള്ളതല്ല, എന്നിൽ നിന്നെയും എന്നോട് കൂടെ ഞരമ്പുകളാൽ സന്ധികളാൽ ഒന്നിച്ച് ഏക ശരീരം പോലെ ആക്കി തീർക്കുക എന്ന വലിയ കർമ്മ പദ്ധതിയാണ് കുഞ്ഞേരിക്കുള്ളത്. ഞാൻ എങ്ങനാ പണിയപ്പെടുന്നത്? ഈ പണി നടക്കണമെങ്കിൽ നിനക്കൊറ്റ അറിവ് വേണം. യേശു ഒരു സൗഖ്യദായകനല്ല. യേശു ഒരു അപ്പങ്ങളുടെ അപ്പനല്ല. യേശു ഒരു നന്മകളുടെ മാത്രം ദൈവമല്ല. അവൻ ജീവനുള്ള മഹാദൈവമാണ്. ക്രിസ്തുവിനെ ദൈവമായി കണ്ട് യേശു മാത്രം ദൈവമെന്നറിഞ്ഞ് ആ തീരുമാനത്തിലേക്ക് നീ തിരിയുന്ന മാത്രയിൽ നിന്റെ ജീവിതത്തിൽ യേശുവിനോട് നിന്നെ ഒട്ടിക്കുന്ന പശയായ പരിശുദ്ധാത്മാവ് കയറി വരും. Praise the Lord. ഈ പാമ്പും തേളും എലിയും പഴുതാരയും ഇതിനെ വിളിക്കുന്ന പേരാ ക്ഷുദ്രജീവി. ക്ഷുദ്രത്തിന്റെ സ്ഥലം എവിടെയാ? ക്ഷുദ്രജീവികൾ എവിടാ ഇരിക്കുന്നേ? കൂടോത്രം ചെയ്യുന്നവൻ എവിടാ കൊണ്ടുവന്ന് വെക്കുന്നേ? കയറി വരുമ്പോൾ ഡൈനിങ് ടേബിളിലോട്ട് ഇത് എവിടെ കൊണ്ട് വെക്കുന്നേ? ആരും കാണാതെ പമ്പി കൊണ്ടുവന്ന് ആ വിടവിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് പോവുക. 2 കല്ലുകൾക്കിടയിൽ. എന്തുകൊണ്ടാണ് ഇത് വെക്കുന്നേ? എന്തുകൊണ്ടാണ് ഈ പഴുതാര അവിടെ കയറുന്നേ? എന്തുകൊണ്ടാണ് ഈ തൊരപ്പനയിലെ അവിടെ കയറി കൂട് വെക്കുന്നേ? വിടവുള്ളത് കൊണ്ട്. വിടവ് എന്തുകൊണ്ടാ വന്നേ? കല്ലില്ലാഞ്ഞിട്ടല്ല. കല്ലില്ലാഞ്ഞിട്ടല്ല, ചാന്തില്ലാഞ്ഞിട്ടാ. പ്രോപ്പറായിട്ട് വിടവ് അടച്ചിട്ടില്ലാത്തത് കൊണ്ട്. വിടവടയ്ക്കണമെങ്കിൽ എന്തു വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിൽ വിടവടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ പരിപാടി? ഇന്ന് ആത്മനിറവ് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടെ ക്രിസ്തുവിലുള്ള ഉറപ്പ് വർദ്ധിക്കണം. യേശുവിലുള്ള ഉറപ്പ് വർദ്ധിക്കണം. ഞാൻ മോശയുടെ കൂടെ ഇരുന്ന പോലെ പൊന്നുമോനെ നിന്റെ കൂടെ ഇരിക്കും. നിനക്കൊറ്റ കാര്യം മതി, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. വിടവുകളില്ലാത്ത വിധം പരിശുദ്ധാത്മാവിനോടൊന്ന് അടുക്ക്. വിടവുകളില്ലാത്ത വിധം എല്ലാ അകലങ്ങളെയും ക്ലോസ് ചെയ്തുകൊണ്ട്
ജീസസിനോട് ഒന്നുകൂടി ഒന്ന് ഒട്ടി നിൽക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. കർത്താവ് ഇന്ന് പകൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നീ എൻ്റെ മന്ദിരം, എൻ്റെ സഭ, ഞാൻ നിന്നെ പണിയുകയാണ്. ഇനി പാതാള ഗോപുരത്തിൻ്റെ ജയം വ്യാമോഹം മാത്രമാണ്, അതൊരിക്കലും നടക്കുകയില്ല. അങ്ങനാണെങ്കിൽ എന്താണ് നമ്മുടെ റോൾ? കൂടുതൽ യേശുവിനോട് അടുക്കുക, ഒട്ടിച്ചേർന്ന് നിൽക്കുക. കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് ഒരു വിധത്തിലുള്ള ഗ്യാപ്പിനും ഇടം കൊടുക്കാതിരിക്കുക. അതിനിടയിലാണ് ഈ പാമ്പ് കയറുന്നേ. ഇവൻ വരുമ്പോൾ ഇവന് മനസ്സിലാകും, ഇടാവ് ഇത് ഇടയില്ലാത്ത ഇടവാ, ഇതിനകത്ത് പാർക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് കയറിക്കൂടാൻ കഴിയത്തില്ല. ആമേൻ. ഇതിനകത്ത് ഇരിപ്പിടം കിട്ടത്തില്ല, കാരണം ഇത് ക്ലോസ്ഡാ. എല്ലാ വിടവും പരിശുദ്ധാത്മാവ് കവർ ചെയ്തിരിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ ക്രിസ്തുവിനുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കവർ ചെയ്യും. നിന്റെ ആരോഗ്യം കവർ ചെയ്യും, നിന്റെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് കവർ ചെയ്യും, നിന്റെ ഫിനാൻസിനെ ദൈവാത്മാവ് കവർ ചെയ്യും, നിന്റെ ലൈഫിന്റെ A to Z ഏരിയയും ദൈവാത്മാവ് കവർ ചെയ്യും. ആ ഒറ്റ മേഖലയിൽ പോലും ദുഷ്ടന് യാതൊരു വിധത്തിലുള്ളതായ ഒരുവിധ ചലഞ്ച് നിന്റെ നേരെ വെക്കാൻ പറ്റാത്ത വിധത്തിൽ ഹോളി സ്പിരിറ്റിനാൽ കവറപ്പ് ആയിരിക്കുന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് യേശു നമ്മെ കൊണ്ടുപോവുകയാണ്. ഇന്ന് പകൽ ഒരു ആത്മാവിന്റെ കവറിങ്ങിന് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ. എവിടെയെങ്കിലും ശൂന്യമായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകളിൽ ഒരു ചെറിയ അകലം വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ ഈ ആരാധന തീരുന്നതിന് മുൻപ് ദൈവം അവിടം കൂടെ അങ്ങ് നിറയ്ക്കാൻ പോകുകയാണ്. ഇത് വിടവുകൾ അടയ്ക്കുന്ന, നിന്നെ റിപ്പയർ ചെയ്യുന്ന ദിവസമാണ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ചില വിള്ളലുകളെ സെറ്റ് ചെയ്യാൻ പോകുകയാണ്. കാലപ്പഴക്കം കൊണ്ട് വന്നതായ വിടവുകൾ, കാലങ്ങൾ കൊണ്ട് വന്നതായ ചില അകലങ്ങൾ, അശ്രദ്ധ നിമിത്തം വന്നുപോയ ചില ഇളക്കങ്ങൾ. ആമേൻ. ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നിന്റെ ജീവിതത്തിൽ നിനക്ക് നേരെ ഉലഞ്ഞു കയറി വന്ന പല പ്രശ്നങ്ങൾ നിമിത്തം നിനക്ക് വന്നുപോയതായ ചില തളർച്ചകൾ, ചില അകലങ്ങൾ ഞാൻ ഇപ്പോൾ അതിനെ ഫിക്സ് ചെയ്യാൻ പോകുകയാണ്. വിടവുകൾ അടച്ചു കളഞ്ഞുകൊണ്ട് പിന്നെയും ബലപ്പെടുത്തി എടുക്കുന്ന എൻ്റെ പദ്ധതി ഞാൻ ഇതാ കുഞ്ഞ് നിന്റെ മേൽ ആരംഭിക്കാൻ പോകുകയാണ്. ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. യേശുവേ, അഭിഷേകം കൊണ്ട്, ആത്മാവിന്റെ നിറവ് കൊണ്ട് ക്രിസ്തുവിനോട് സമ്പൂർണ്ണമായി ഐക്യപ്പെടുത്തുന്ന ആ കൃപ എന്നിലൊന്ന് നിറയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഓൺലൈനിൽ കാണുന്നവർ പ്രാർത്ഥിച്ചു, സകല ദൈവമക്കളും പ്രാർത്ഥിച്ചു. ആ നിറവിന്റെ പൂർണ്ണത ദൈവാത്മാവിത തുറക്കുകയാണ്. ഓ ജീസസ്. ശബലബൽ ഹംദനാദര റിഗൽ ഖനാദന ജൂഡരബല റിഗൽ ഖനാദര രഗ സംദനാദിയ. എല്ലാവരും പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. ആ നിറവ് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ശബന റഖന തഗൽ ഖനാദന